ഇൻഷുറൻസ് ഏജന്റായിട്ട് ചെയ്തത്. നമ്മൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉയർച്ചയ്ക്ക് നമുക്ക് ചാടി കയറാനൊക്കത്തില്ല. ആദ്യത്തെ ദിവസം 89 രൂപയുടെ കച്ചവടമുള്ളൂ. ആ പേപ്പർ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആദ്യത്തെ ദിവസത്തെ കച്ചവടം. പക്ഷേ നമ്മളതൊരു 4-3 മാസം കൊണ്ട് ഞാനും എൻ്റെ അനിയനും കൂടെ കയറി ഇറങ്ങി നടന്ന് നമ്മൾ കോട്ടയത്തെ ഏറ്റവും കച്ചവടമുള്ള കടയാക്കി മാറ്റി. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു 1000 കോടി രൂപ സിനിമയിൽ മുടക്ക് വന്നു, 700 കോടി നഷ്ടം, 300 കോടി തിരിച്ചു വന്നുള്ളത്. ആ 700 കോടി നഷ്ടം വന്ന ആൾക്കാർ പലരും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോകുന്നതാണ്. ആ പ്രതീക്ഷ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് അനുഭവിക്കുകയും ചെയ്തു. നമ്മുടെ സിനിമയ്ക്ക് ഏകദേശം 5 കോടി രൂപ ലോസ് വന്നു, കാരണം അതിന് സാറ്റലൈറ്റ് വിറ്റിട്ടില്ല. 2000 ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. എൻ്റെ വീട്ടിൽ ഒത്തിരി കാറും ഒക്കെ ഉണ്ടായിരുന്നു. കോട്ടത്തൊരു വലിയ വീടൊക്കെ ചുങ്കത്തുണ്ടായിരുന്നു. അന്ന് ആ ബിസിനസ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇതെല്ലാം വിൽക്കേണ്ട വന്നു. ഗാങ്സ്റ്റർ പോലെ എൻ്റെ പേര് പ്രൊഡ്യൂസറിനകത്ത് ഇട്ടിട്ടില്ല. ഇല്ല, മഹേഷിന്റെ പ്രതികാരത്തിൽ പ്രൊഡ്യൂസറിനകത്ത് ഇട്ടിട്ടില്ല. സന്തോഷിക്കുള്ള പ്രസൻസ് ആണ്. ശരിക്കും 33% പ്രൊഡ്യൂസർക്ക് കിട്ടത്തില്ല, 30% പ്രൊഡ്യൂസർക്ക് കിട്ടത്തുള്ളൂ. കാരണം ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച 50-45 ഓവർ. ഞാൻ പറഞ്ഞു 3.5 കോടി രൂപയുടെ ബഡ്ജറ്റ് എടുത്ത സിനിമ തീർന്നപ്പോൾ 7.5 കോടി രൂപയായി. ഞാൻ ഈ സിനിമ എടുത്തപ്പം എൻ്റെ അനുവാദം അത്യാവശ്യം നിർബന്ധമായിട്ട് കാരണം സിനിമയുടെ അവകാശം എപ്പോഴും പ്രൊഡ്യൂസറുടെ ഇല്ല. പക്ഷെ എന്നാൽ അവരത് മേടിച്ചില്ല. അച്ഛനെന്നാ ജോലി എന്ന് ചോദിച്ചു. റിയൽ എസ്റ്റേറ്റ് ആണെന്ന്, ബ്രോക്കറാ അല്ലേ എന്ന് ചോദിച്ചു. പിള്ളേരെല്ലാം ചിരിച്ചു. എനിക്കിങ്ങനെ പറയാൻ ഒക്കുമായിരുന്നോ ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഓപ്പണിംഗ് സോങ് എൻ്റെ സ്റ്റുഡൻറ്റ് പാടിയെന്ന് പറയാൻ ഒക്കുമായിരുന്നു? എനിക്ക് നല്ല പേരുണ്ടാക്കുന്ന സ്ഥാപനമാണ്. ഖത്തറിലെ ഷെയ്ഖിന്റെ പെങ്ങൾ വരെ അതിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ്, എന്ന് വെച്ചാൽ ഷെയ്ഖ വരെ. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മലയാളത്തിലിറങ്ങിയ സിനിമകൾ എടുത്ത് നോക്കുമ്പോൾ ആവർത്തിച്ചു വരുന്ന ഫോർമുലയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ള സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഏറെയാണ്. അവർ കാണിച്ചിട്ടുള്ള ധൈര്യത്തെക്കാൾ കൂടുതൽ ധൈര്യമാണ് ആ സിനിമകൾക്ക് പിന്തുണ കൊടുത്തിട്ടുള്ള, അത് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് നൽകിയിട്ടുള്ളതെന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ ഡാ തടിയ എന്ന സിനിമയിൽ തുടങ്ങി മായാനദിയും മഹേഷിന്റെ പ്രതികാരവും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും നാത്താൻ കേസ് കൊടു തുടങ്ങിയ സിനിമകളെല്ലാം നമുക്ക് സമ്മാനിച്ച പ്രൊഡ്യൂസറും ഒപ്പം ബിസിനസ്മാനുമായിട്ടുള്ള സന്തോഷ് ടി കുരുവിള സാറാണ് ഇന്ന് നമ്മുടെ കൂടെ. ഒപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റും ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമിയുടെ അക്കാഡമിക് ഹെഡുമായ CA ആഷിഫ് ഷീനിക്കൽ എൻ്റെ കൂടെയുണ്ട്. നമുക്ക് സന്തോഷ് കുരുവിള സാറിനോട് ചോദിക്കാം. സാറേ, മുൻപത്തെ ഇൻ്റർവ്യൂസ് കണ്ട സമയത്ത് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, സിനിമ ഫുഡ് എന്ന് പറയുന്നത് രണ്ടും പാഷനാണ്, അതിൻ്റെ ബിസിനസ് ആയിട്ടല്ല കാണുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാഷൻ എന്ന് പറയുന്നത് എവിടം തൊട്ടാണ് സിനിമയിലേക്കുള്ളൊരു ആകർഷണം ഉണ്ടായിട്ടുള്ളത്? ഇപ്പം കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കാം എന്ന ആ തോട്ട് വരുന്നത് എങ്ങനെയാണ്, അതിലേക്ക് എങ്ങനെ എത്തുന്നത്? സിനിമയും ഫുഡും ബിസിനസ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ പാഷനാണ്. പാഷൻ എന്ന് വിചാരിച്ചാൽ അത് ബിസിനസ് അല്ല. ബിസിനസ് അല്ലാതെ പാഷനും കൊണ്ട് മാത്രം നടന്നാൽ ഒരിക്കലും ഒരു ബിസിനസ് സക്സസ് ആകത്തില്ല, അല്ലെങ്കിൽ അത് നമുക്ക് പരാജയം മാത്രമേ കൊണ്ടുവരത്തുള്ളൂ. ഏറ്റവും മോശം പേരുണ്ടാക്കാൻ ഒക്കുന്ന ഒരു ബിസിനസ്സാണ് ഫുഡ് ഇൻഡസ്ട്രിയും സിനിമ ഇൻഡസ്ട്രിയും. ഇന്ന് നന്നായിട്ട് പോകുന്ന റെസ്റ്റോറൻറ്റ് നാളെ മോശമായി ഫുഡ് കൊടുത്താൽ ആൾക്കാർ ഏറ്റവും ഗൂഗിൾ റിവ്യൂ ഇടുന്നത് ഫുഡാണ്. നേരം അത് പാഷനായിട്ട് മാത്രം കൊണ്ടു കിടന്നാൽ അതൊരിക്കലും സക്സസ് ആകത്തില്ല. ഇത് തന്നെയാണ് സിനിമയും. ഈ 2 ഫീൽഡാണ് നമുക്ക് നല്ല ഫെയിം ഉണ്ടാക്കാനും പേരുണ്ടാക്കാനും കൂടെ അതേപോലെ മോശം ഉണ്ടാക്കാനും ഉള്ള ഇതുള്ളത്. അതുകൊണ്ട് വീണ്ടും ഞാൻ തിരുത്തിയത് അതുകൊണ്ടാണ്. എൻ്റെ പാഷനാണ്, പക്ഷെ അതിൻ്റെ ബിസിനസ്സുമാണ്. പക്ഷെ വലിയ പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം ആ ബിസിനസ്സിലില്ല. അതിനേക്കാളും വേറെ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ബിസിനസ്സുകളോടാണ് താല്പര്യമുള്ളത്. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലേ? അതായത് ആ പാഷൻ എങ്ങനെയാണ് ഉണ്ടായത്? അത് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ജനിച്ചു വളർന്ന ഒരു വീടെന്ന് പറയുന്നത് കഞ്ഞിക്കുഴി, കോട്ടത്തെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ തൊട്ട അയൽവാസി കോട്ടത്തെ ഒരു വലിയ പൈസക്കാരൻ ബിസിനസ്സുകാരൻ. പുള്ളിയുടെ വീട്ടിൽ സിനിമാക്കാർ വരും, എല്ലാ ദിവസവും മിക്കവാറും ആഴ്ചയിൽ സിനിമാക്കാർ വരും. പുള്ളിയുടെ സിനിമ ഷൂട്ടിംഗ് കാണാൻ പോകും. ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ കർത്തവ്യം, നിർണയം, അങ്ങനെ പഴയ സിനിമകൾ. അന്നേരം അങ്ങനെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പുള്ളിക്ക് സിനിമയോട് വലിയ പാഷനായിരുന്നു. അങ്ങനെ അന്നുകൊണ്ട് എനിക്കും സിനിമ ഒരു പാഷനായി. ഞാൻ ചെന്നൈയിൽ അത് കഴിഞ്ഞ് പഠിക്കാൻ പോയ സമയത്ത് സിനിമ പഠിക്കാനല്ല, എൻജിനീയറിങ്ങിന് പോയി. ആ സമയത്തും ഞാൻ ഈ സ്ഥിരമായിട്ട് സിനിമ എഡിറ്റ് ചെയ്യുന്നിടത്ത് പോയി വെറുതെ നോക്കിയിരിക്കും, ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കും. മനസ്സിലൊരു ആഗ്രഹം ആയിരുന്നു സിനിമ ഫീൽഡിലേക്ക് വരിക എന്നുള്ളത്. ഇങ്ങനെയൊക്കെ പറയുവാണെങ്കിൽ ഇപ്പൊ സാറിന്റെ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു ഫീൽഡിലോട്ടേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, അവരത് കൺവിൻസ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ആദ്യ സിനിമകളിലൊക്കെ എൻ്റെ പേര് പ്രൊഡ്യൂസർ എന്നല്ല വന്നുകൊണ്ടിരുന്നത്, സന്തോഷ് ടിക്കുള്ള പ്രസൻസ് എന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഡാത്തടിയ, ഗാങ്സ്റ്റർ പോലെ എൻ്റെ പേര് പ്രൊഡ്യൂസറിനകത്ത് ഇട്ടിട്ടില്ല. ഇല്ല, മഹേഷിന്റെ പ്രതികാരത്തിൽ പ്രൊഡ്യൂസറിനകത്ത് ഇട്ടിട്ടില്ല, സന്തോഷ് ടിക്കുള്ള പ്രസൻസ് ആയിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു
ഒരു കമ്മ്യൂണിറ്റിയുടെ ഇതാണ്. പക്ഷെ ഞാൻ വീണ്ടും പറയണേ, ഞാൻ ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പണ്ടേ ഒരു ഇടതുപക്ഷ വിരുദ്ധ കമ്മ്യൂണിറ്റിയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ പെന്തക്കോസ് എന്ന് പറയുന്ന വിഭാഗമാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ അലുവാൾ ചുറ്റിക്ക് നക്ഷത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ കേൾക്കാൻ പോലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചിഹ്നമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ അതുമായിട്ട് ആദ്യം ഇറങ്ങിയ വ്യക്തികളിൽ ഒരാളാണ്. എനിക്കിതൊന്നും അങ്ങനെയുള്ള ഒരു ചെറുപ്പം തൊട്ടേ ഉള്ള ഒരു ഇതാണ്. സാറായിട്ടാണ് SFIയിലോട്ട് വരുന്നത്. അതെ അതെ, ഞങ്ങളൊരു പക്ക തികഞ്ഞ കോൺഗ്രസ് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാനായിട്ട് ഇങ്ങനെ 9ലും 10ലും ഒക്കെ പഠിക്കുമ്പം SFI ആയി. പിന്നെ അത് തീവ്ര SFIക്കാരനായി. നേരെ അത് നമ്മുടെ സഭകളിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് 1984 സുരേഷ് കുറുപ്പിൻ്റെ ഇലക്ഷനൊക്കെ വന്നപ്പം ഞാൻ പല പ്രായം കൂടിയ ആൾക്കാരെയും പോയി കൺവിൻസ് ചെയ്തു എന്താണ് നമുക്ക് കുഴപ്പമുള്ളത്. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, 84 സുരേഷ് കുറുപ്പിൻ്റെ ഇലക്ഷന് ഞങ്ങളുടെ പള്ളിയിലെ പാതിരി അല്ലെങ്കിൽ പാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം, എനിക്ക് എത്ര വയസ്സായിരുന്നു, ഞാൻ 8-9 പുള്ളി ബൈബിളിൽ എല്ലാത്തിനും കോൺട്രഡിക്ഷൻസ് ഉണ്ട്. എല്ലാത്തിനും നല്ലതും പറയുന്നുണ്ട്, ചീത്തയും പറയുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ അന്ന് അദ്ദേഹം പ്രസംഗിക്കുന്ന പ്രസംഗം എന്ന് പറയുന്നത് ഈ അലുവാൾ വെളിപ്പാടെന്നുള്ള പുസ്തകം ഒരു അധ്യായമുണ്ട്. അതിനകത്ത് അലുവാൾ അന്ത്യത്തിലുള്ള ചിഹ്നമാണെന്നും കുതിര, അന്ന് കറിയാ തോമസിന്റെ ചിഹ്നം കുതിരയാണ്, കുതിര വിജയത്തിന്റെ അടയാളമാണെന്നും ബൈബിളിൽ നിന്ന് വാക്യമെടുത്താണ് ലാസ്റ്റ് ആഴ്ച പ്രസംഗിക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും ആ പള്ളികളിലെ ഒരു വോട്ട് പോലും തിരിച്ച് അപ്പുറത്തോട്ട് പോകല്ല. ഞാൻ ആ സമയത്താണ് അങ്ങനെ SFI ആകുന്നത്. ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടില് കഞ്ഞിക്കുഴി എന്നുള്ള നാട്ടില് ഞാനും എൻ്റെ ഒരു കൂടെ ഒരു വിനീത് എന്ന് പറയുന്നൊരു കൊച്ച്, എന്നെക്കാൾ ഒരു 4 വയസ്സുള്ളത്, ഞങ്ങൾ രണ്ടും കൂടെ ഒറ്റയ്ക്ക് ഒരു കൊടിമരമൊക്കെ ഉയർത്തിയിട്ടുണ്ട് അന്ന്. കാര്യം ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം വളരെ ഒരു റിച്ച് ഏരിയയാണ് കോട്ടത്ത്. അവിടെ കമ്മ്യൂണിസ്റ്റുകാർ വളരെ കുറവാണ്. അന്നേരം ആ സമയത്ത് ഇത് ഞാൻ പറയാൻ കാരണം ഒരു പൊളിറ്റിക്സ് അല്ല പറഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും പൊരുതിയാൽ മാത്രമേ വിജയിക്കത്തുള്ളൂ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതലേ ഉണ്ട്. അങ്ങനെ സിനിമ എടുക്കാൻ തുടങ്ങി. അത് മഹേഷിന്റെ പ്രതികാരത്തിൽ നാഷണൽ അവാർഡ് കിട്ടിയപ്പോഴാണ് വീട്ടുകാർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയത്. അങ്ങനെ പിന്നെ എൻ്റെ പേരിട്ട് സിനിമ എടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു നാത്താൻ കേസുകോട് എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് അത് പിന്നീട് വിവാദങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അത് തന്നെ ആ സിനിമയ്ക്ക് മാർക്കറ്റിംഗ് ആയിട്ട് പിന്നീട് അത് ഇന്റൻഷനലി അത് മാർക്കറ്റിംഗിലേക്ക് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല, എനിക്കത് അറിയണമെന്നുണ്ട് സാറിൻ്റെ അടുത്ത് നിന്ന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ഇതിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഇത് ഇത്തരം ഒരു വിവാദത്തിലേക്ക് പോയേക്കാം എന്നുള്ള തോട്ട് ശരിക്കും ഉണ്ടോ, അതോ അത് അങ്ങനെ ആയി പോകുന്നതാണ്? അതുപോലെ തന്നെ നാരദൻ എന്ന സിനിമയിലേക്ക് വരുന്ന സമയത്ത് മാധ്യമങ്ങളെ വിമർശിക്കുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പം ഇത്തരം കൺസെപ്റ്റുകൾ കേൾക്കുമ്പോൾ ഇങ്ങനെ സാധനം മുൻകൂട്ടി കാണാറുണ്ടോ? ഇതിനൊരു ഇത്തരത്തിലൊരു ബാക്ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? നമുക്ക് ഈ ഒരു കാര്യം നാരദനിൽ നമ്മൾ പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും നമുക്കൊരു ഈ മാധ്യമങ്ങളിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് അനുഭവിക്കുകയും ചെയ്തു. നമ്മുടെ സിനിമയ്ക്ക് ഏകദേശം 5 കോടി രൂപ ലോസ് വന്നു. കാരണം അതിന് സാറ്റലൈറ്റ് വിറ്റിട്ടില്ല. സാറ്റലൈറ്റ് വിൽക്കാനൊക്കാഞ്ഞതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഒറ്റ സിനിമയുടെ ഉള്ളു 12 സിനിമ ഇറങ്ങിയതിനകത്ത് സാറ്റലൈറ്റ് വിൽക്കാനൊക്കാഞ്ഞ. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മൾ മുൻകൂട്ടി കണ്ടതാണ് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകാം. പക്ഷെ അത് കറക്റ്റ് സമയത്ത് നമുക്ക് ചാനലിന് കൊടുക്കാനൊത്തില്ല, പല ബുദ്ധിമുട്ടുകളുണ്ടായി. പിന്നെ ഞാനത് വെറും 10 ലക്ഷം രൂപയ്ക്ക് എടുത്തോളാൻ ചാനലുകാരോട് പറഞ്ഞു, ഏഷ്യാനെറ്റുകാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും തന്നില്ലല്ലോ ഈ സിനിമ വന്ന് സാറ്റലൈറ്റ് റിലീസ് ചെയ്യും. കാരണം അത് കേരളത്തിൽ നടക്കുന്ന പല അനീതികൾക്കെതിരെയുള്ള നമ്മൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഇച്ചിരി ഒരു വയ്യായ്മയായിട്ടിരിക്കുമായിരുന്നു. ഇന്നലെ പാണി റോസ്, നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിവാദം ആ ചാനലിൽ അത് മാത്രമേ ഉള്ളൂ. ഇത് എന്ന് പറയുന്നത് ഇതിപ്പോ ഇന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ ഒത്തിരി നാളുകളായിട്ട് കേൾക്കാം. നമ്മളിത് കണ്ട് മടുക്കും. ഞാനും ഒരു ദിവസം ഖത്തറിലായിരുന്നപ്പം വേറെ പണിയൊന്നുമില്ല, ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് മുഴുവൻ TV കാണാണ്. ഒരേ വാർത്ത 10 പ്രാവശ്യം കാണാം. ഇത് തന്നെ ഉള്ളു രാവിലെ പോയിട്ട് വരെ. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമുക്കൊരിക്കലും പ്ലാൻ ഇതിനൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ അത് നമ്മൾ മുൻകൂട്ടി കണ്ടായിരുന്നു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ എന്നാൽ താൻ കേസോടുള്ള കുഴി എന്നുള്ള വിഷയം സത്യത്തിൽ അന്ന് നമ്മുടെ മനസ്സിൽ നേരത്തെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. പക്ഷെ ഇതുണ്ടാകുന്നതിന് 2-3 ദിവസം മുമ്പ് ഒരു പത്രത്തിലൊരു വാർത്ത വന്നു. അത് രതീഷ് പൊതുവാള് നമ്മുടെ ഡയറക്ടർ അത് കണ്ടു. പുള്ളി അത് നല്ലൊരു ഇത് ഉണ്ടാക്കി. അത് നമ്മൾ പത്രക്കാർക്ക് കൊടുക്കുന്നത് രാത്രി, ഇപ്പം എക്സ്പെഷ്യലി ദേശാമാനിലൊക്കെ കൊടുക്കുന്ന രാത്രി 11:30 കഴിഞ്ഞാൽ 12 മണിക്ക് പത്രം അടിക്കാൻ കയറണം.
അതുകൊണ്ട് അത് ശരിക്കും സെൻസർ ഒന്നും ചെയ്യാതെ വന്നു. പക്ഷെ അത് സിനിമയ്ക്ക് തിരിച്ച് ദോഷവും ചെയ്യാൻ ഒക്കുമായിരുന്നു, സിനിമ മോശമായിരുന്നെങ്കിൽ. അതെ. ആ സിനിമയ്ക്ക് എവിടെയെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ ആ സിനിമ ഒന്നും ഇല്ലാതായി പോയേനെ. ഞാൻ പറഞ്ഞ മനസ്സിലായി. നേരം നമ്മളത് ഇന്റൻഷനലി ആ കുഴിയുടെ വിഷയം എടുത്തിട്ടതല്ല. പക്ഷെ അതെടുത്തിട്ടു സിനിമയ്ക്ക് ഒരു 10% മോശമായിരുന്നെങ്കിൽ, 90% മോശമാകണ്ട, 10% മോശമായിരുന്നെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ ട്രോൾ ചെയ്യാൻ ഏറ്റവും മിടുക്കര്. ഞാനും കൂടെ അംഗമായ പാർട്ടി ആയിരുന്നു, അതെ, ഇപ്പോഴും അതെ. അവര് നമ്മളെ ഒന്ന് കുഴിച്ചു മൂടിയാണ്. അവർ ഇന്നലെ നോക്കത്തില്ല സന്തോഷ് ടിക്കുള്ള പഴയ എസ് എഫ് ഐക്കാരനാണെന്നോ പാർട്ടിക്കാരനാണെന്നൊന്നും നോക്കത്തില്ല. അവർ നമ്മളെ കൊന്നു കുഴിച്ചു കൂടിയാണ്. പക്ഷെ നമ്മുടെ നല്ല സമയം കൊണ്ടും സിനിമ നല്ല ഗംഭീരമായിട്ടും ആർക്കും ആ സിനിമയെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യാൻ ഒക്കാഞ്ഞത് കൊണ്ട് ആ സിനിമ വിജേന്ദ്ര അതും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിനോട് അനുബന്ധമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം ഈ ഒരു റിസ്ക് മുന്നിൽ കണ്ടു, ഇപ്പൊ നാരദന്റെ കേസിൽ അത് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഈ റിസ്ക് എടുക്കുക എന്ന് പറയുന്ന ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് അങ്ങനെയുള്ള പറയാൻ പറ്റും. അത് മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് അറിയാം. അപ്പൊ ഈ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? ഞാന് 1971 ജനിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ജനിച്ച ഓർക്കുന്നതല്ല, അത് കഴിഞ്ഞ് എൻ്റെ പപ്പായ്ക്ക് എന്ന് കോട്ടത്ത് ഒരു ബേക്കറി, രണ്ട് പല കമ്പനികളുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ പപ്പ എന്നെ കടയിൽ കൊണ്ടുപോകും. ഒരു 3 വയസ്സ് 4 വയസ്സുള്ളപ്പോൾ ഓർമ്മയിൽ നിന്ന് പറയുന്നത്, അന്ന് ഇന്ത്യൻ ഓഫീസിൽ കൊണ്ട് ഭക്ഷണം മേടിച്ചു തരും, ബെസ്റ്റ് ബേക്കറി കൊണ്ട് ഭക്ഷണം മേടിച്ചു തരും. 1976 തോന്നുന്നു, 77 അടിയന്തരാവസ്ഥ കാലത്ത് ആ കട പൊളിഞ്ഞുപോയി. പിന്നെ നമ്മൾ കാണുന്ന നമ്മുടെ വീട്ടിലുള്ള സാധനത്തിലെല്ലാം ഫാദറിന്റെ ബ്രദറിന്റെ പേര് എഴുതിയിടുന്നതാണ്. TV ജോർജ് എന്നാണ് ഫാദറിന്റെ ബ്രദറിന്റെ പേര്. TVG എന്ന്. ഇതിന്റെ കാര്യം സ്റ്റേറ്റ് ബാങ്കുകാർ അതുപോലെ ജപ്തി ചെയ്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി എഴുതിയിട്ടതാണ്. പപ്പ അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ചു, നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചു. അങ്ങനെ എൻ്റെ ചെറുപ്പത്തിൽ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചെറുപ്പത്തിൽ വീട്ടിലെ കുറേ ഓർമ്മയുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ ബാക്കിൽ ചെരുപ്പുണ്ടാക്കുന്ന ചെറിയൊരു യൂണിറ്റ് ഉണ്ടായിരുന്നു. പപ്പ ചെറുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്ത പല ബിസിനസ്സുകളാണ്. പപ്പയുടെ ചെറുപ്പത്തിൽ പപ്പ ചിലപ്പം ബിസിനസ്സിൽ സക്സസ് ആയി കാണത്തില്ല എങ്കിലും അന്ന് പുള്ളി, ഞാൻ ഓർക്കുന്നുണ്ട്, അന്നത്തെ കിസാൻ്റെ ഒക്കെ ഏജൻസി നമ്മളായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എനിക്ക് 6 വയസ്സ് 5 വയസ്സേ ഉള്ളൂ. അന്നേരം ഈ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടേക്കുന്നത് ബിസിനസ് നടത്തുന്നതും പൊളിയുന്നതും വീട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇവിടുന്നാണ് ഞാൻ 1989 ഞാൻ ബിസിനസ്സിലേക്ക് വരുന്നത്. എനിക്ക് 18 വയസ്സ് ആകുന്ന സമയത്താണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അന്ന് 89 രൂപ ഒരു കോട്ടത്ത് പൊളിഞ്ഞു നിന്ന ഒരു സ്പെയർ പാർട്സിനാണ് നമ്മൾ എടുക്കുന്നത്. 89 രൂപയാണ് കച്ചവടം. 1989 ഒക്ടോബർ 30 പറഞ്ഞുതരാം. അന്ന് ഞങ്ങള് കോളേജിലൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടും സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടും പപ്പായുടെ ആവശ്യമായിരുന്നു ആ കോളേജ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറ്റി ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ. അന്ന് പപ്പ എനിക്ക് വന്ന് 1 ലക്ഷം രൂപ എൻ്റെ അനിയനുണ്ടായിരുന്നു, ഞങ്ങളുടെ തന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കടയുണ്ട്, ആ കട നിങ്ങൾ എടുത്ത് നടത്താൻ പറഞ്ഞു. പക്ഷെ കട കോട്ടത്തൊരു ചെറിയ കടയാണ്, മോഡേൺ ഓട്ടോമൊബൈൽ സൈഡ ഹോട്ടലിന്റെ ഇപ്പുറത്തെ സ്റ്റാർ ട്രേഡിന്റെ ഓപ്പോസിറ്റ്. ആദ്യത്തെ ദിവസം 89 രൂപയുടെ കച്ചവടമുള്ളൂ. ആ പേപ്പർ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആദ്യത്തെ ദിവസത്തെ കച്ചവടം. പക്ഷെ നമ്മളതൊരു 4-3 മാസം കൊണ്ട് ഞാനും എൻ്റെ അനിയനും കൂടെ കയറി ഇറങ്ങി നടന്ന് നമ്മൾ കോട്ടത്തെ ഏറ്റവും കച്ചവടമുള്ള കടയാക്കി മാറ്റി. ആ ചെറിയ കടയിലെ കച്ചവടം എന്ന് പറയുന്നത്, ഒരാളൊരു സാധനം ചോദിച്ചു, ആ സാധനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ബോംബെയിലോ മദ്രാസിലോ വണ്ടി ബസ് കയറി ട്രെയിനിൽ കയറി പോയി മേടിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു വളരെ ട്രസ്റ്റബിൾ കടയായി മോഡേൺ ഓട്ടോമൊബൈൽസ് മാറി. മനോരമ നമ്മുടെ കസ്റ്റമറായി, MRF നമ്മുടെ കസ്റ്റമറായി. അങ്ങനെ കോട്ടത്തുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ, പല എസ്റ്റേറ്റുകൾ കസ്റ്റമറായി. അങ്ങനെ അന്ന് ഞാനും അവനും കൂടെ വളരെ കഷ്ടപ്പെട്ട് അതിരാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. എഞ്ചിൻ പണിയുന്ന ലേത്തിൽ പോയി മെക്കാനിക്സിനെ പിടിക്കും, അവരെ കൊണ്ട് കടയിൽ ഒന്ന് സാധനം എടുപ്പിക്കും, രാത്രിയിൽ അവരെ പോയി ട്രീറ്റ് ചെയ്യും, അവരെ തിരിച്ചു വിടും. അങ്ങനെ നമ്മൾ തുടങ്ങിയാണ് ആ സ്ഥാപനം. 2000 വരെ ഞാൻ നടത്തിയതാണ്. അതിൽ നമ്മുടെ ചെറുപ്പത്തിൽ തൊട്ട് ബിസിനസ് മനസ്സിൽ ഉണ്ട്. വിജയവും പരാജയവും ജീവിതത്തിൽ പല ബിസിനസ്സുകളിൽ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും പക്ഷെ ഞാൻ കാര്യം, എനിക്ക് 2000 ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. എൻ്റെ വീട്ടിൽ ഒത്തിരി കാറും ഒക്കെ ഉണ്ടായിരുന്നു, കോട്ടത്തൊരു വലിയ വീടൊക്കെ ചുങ്കത്തുണ്ടായിരുന്നു. അന്ന് ആ ബിസിനസ് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇതെല്ലാം വിൽക്കേണ്ട വന്നു. ഈ കാറ് വീട്ടിൽ കിടന്ന 4-5 വണ്ടികൾ വിൽക്കേണ്ട വന്നു, ആ വീട് വിൽക്കേണ്ട വന്നു. ഈ സ്പെയർ പാർട്ട് ബിസിനസ് അല്ല, അത് കഴിഞ്ഞ് ഒത്തിരി പല ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഞാനും പറഞ്ഞ കൽക്കട്ടയിൽ നിന്നും പോണ്ടിച്ചേരിയിൽ നിന്നും അംബാസഡർ കാറ് കോട്ടത്ത് കൊണ്ട് ഒത്തിരി എണ്ണം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് 20 വയസ്സൊക്കെ ഉള്ള സമയത്ത് സിംഗപ്പൂരിൽ നിന്നും ബാങ്കോക്കിൽ നിന്നും കൂടിയ ബൈക്കുകളുടെ സ്പെയർ പാർട്സ് വീക്കെൻഡിൽ കോളേജിൽ നിന്ന് ശരി ഞാൻ അവധി ഉള്ളപ്പം പോയി എടുത്തുകൊണ്ട് വിറ്റിട്ട് ചെന്നൈ കൊണ്ട് വിറ്റിട്ടുണ്ട്.
നമുക്ക് ജീവിക്കാനുള്ള പൈസയും എല്ലാം ഇഷ്ടം പോലെ അവിടുന്ന് കിട്ടുമായിരുന്നു. നമ്മൾ ഈ ഈ ഈ തകർച്ചയിൽ നമ്മുടെ വീട്ടിൽ കിടന്ന എല്ലാ വണ്ടിയും പോയി. ഒരു വാഗണാർ മാത്രമുണ്ട്. ഈ വാഗണാർ നമ്മുടെ വീട്ടിലെ പട്ടി കടിച്ച് അതിന്റെ ഷേപ്പ് എല്ലാം പോയിരിക്കുമായിരുന്നു. ആ വണ്ടി മാത്രം എടുക്കാൻ ആരുമില്ല. ആ തകർച്ച കഴിഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ പപ്പ ഇങ്ങനെ എന്നോട് പറഞ്ഞത് 2000-ലാന്ന് തോന്നില്ല, 2002-ലാന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് നീ ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നിന്റെ കിട്ടുന്ന പൈസയിൽ നിന്ന് ഇത്ര ശതമാനം ഒരു സോളിഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, ഇത്ര ശതമാനം ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം, ബാക്കി പൈസ അടിച്ച് പൊളിച്ച് കളയാവുള്ളത്. പിന്നെ ഞാൻ ആ ഒരു സ്റ്റൈൽ ഓഫ് ബിസിനസ്സാണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് ബിസിനസ് ചെയ്തോളൂ. സിനിമയിൽ നഷ്ടമുണ്ട്. ഇപ്പം കഴിഞ്ഞ പടം ഒരു പെണ്ണും പൊറോട്ടും 7 കോടി രൂപ ചിലവായി. ആ സിനിമയിൽ നിന്ന് ഒന്നും വന്നില്ലെങ്കിൽ പോലും ആ സിനിമ കൊണ്ട് നമ്മൾ തകർന്നു പോകത്തില്ല എന്നുള്ള ധൈര്യം എനിക്കുണ്ട്. ഇപ്പൊ എടുക്കുന്ന സിനിമ എന്ന് പറയുന്നത് പേരിട്ടിട്ടില്ല. ആ സിനിമയിൽ നമുക്ക് വലിയ ഞാൻ എടുക്കുന്ന ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് മൂവിയാണ് ഇപ്പൊ എടുക്കുന്ന മൂവി. ഒന്നും വന്നില്ലെങ്കിലും അതുകൊണ്ട് നമ്മൾ തകരത്തില്ല എന്നുള്ള ചിന്ത മനസ്സിൽ ഉണ്ട്. ആ റിസ്കുകൾ ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എന്റെ സ്റ്റൈൽ ഓഫ് ലൈഫ് ചിലപ്പോൾ താഴുമായിരിക്കും. ഇപ്പൊ എന്റെ കിടക്കുന്ന റേഞ്ച് റോവർ ചിലപ്പോൾ വിൽക്കേണ്ടി വരുമായിരിക്കും. എന്നാലും ഒരു ഇന്നോവ എടുത്ത് അല്ലെങ്കിൽ ഒരു മാരുതി കാർ എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കുന്ന വീട്ടുകാരെ സുഖമായിട്ട് കൊണ്ടു നടക്കാം എന്നുള്ള ഒരു ധൈര്യമുള്ള ബിസിനസ്സുകളെ ഇപ്പൊ ഞാൻ ചെയ്യാറ്. നമ്മൾ പാലാരിവട്ടത്തുള്ള സാറിന്റെ സ്ഥാപനമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്. നമ്മുടെ അവിടെ പോകുമ്പോൾ എനിക്കറിയായിരുന്നു സാറിന്റെ ഫിൽമോഗ്രാഫി നോക്കുന്ന ആളെന്നുള്ള രീതിയിൽ സാറിന്റെ സിനിമകൾ അറിയായിരുന്നു. അപ്പൊ ഞാനൊരു സുഹൃത്തും പോയി. അപ്പോൾ സുഹൃത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ സിനിമകളുടെയൊക്കെ പോസ്റ്റർ ചിത്രങ്ങളൊക്കെ അവിടെ ഉണ്ട്. മഹേഷിന്റെ പ്രതികാരം, ഡാത്തടിയ മുതലുള്ള എല്ലാം ഉണ്ട്. അപ്പോൾ ഇവൻ എന്നോട് ചോദിച്ചത് ഇതെന്താ ഇതിങ്ങനെ ഈ ഹോട്ടലിൽ ഈ ചിത്രം വെച്ചിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളതിന്റെ പ്രൊഡ്യൂസറാണ്, ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞു. അപ്പം വളരെ പോസിറ്റീവായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്നത് സാർ അങ്ങനെ എടുക്കണം. അതായത് അവൻ പറഞ്ഞത് ഈ സിനിമകൾ എടുക്കാൻ ഇങ്ങർക്ക് വട്ടാണോ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത്. അതായത് അവൻ ഉദ്ദേശിച്ചത് പോസിറ്റീവായിട്ട്. ദാറ്റ് മീൻസ് ഡാത്തടിയെ തുടങ്ങാം. കഴിഞ്ഞ 12 വർഷത്തിൽ മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ സാർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ നോക്കിക്കഴിഞ്ഞാൽ വിജയിക്കുന്ന ഫോർമുലകൾ അതുപോലെ വെക്കുന്ന സിനിമകളല്ല. ബ്രേവ് ആയിട്ടുള്ള അറ്റംപ്റ്റ്സ് അതിലുണ്ട്. അപ്പം അതിപ്പോൾ ഫിലിം പെട്ടെന്ന് ഡാത്തടിയ അതിൽ നമുക്കറിയാം, അതിൽ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ നായക സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. അത് എടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതിൻ്റെ ആ പൊളിറ്റിക്സ്, ആ വിഷയം തന്നെ വളരെ റിലവൻ്റ് ആയിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഫഹദ് ഫാസിൽ മഹേഷിന്റെ പ്രതികാരത്തിൽ വരുമ്പോൾ ഒരുപാട് സെറ്റ് ബാക്സ് നേരിട്ടിരിക്കുമ്പോഴാണ് ഫഹദ് അതിൽ നായകനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബാക്കി സിനിമകളൊക്കെയും. അപ്പം ഇങ്ങനെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സിനിമകളായിരിക്കും ഞാൻ എടുക്കുന്നത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം എങ്ങനെയായിരിക്കും അതുണ്ടാവും? ഈ ഡാത്തടിയ എന്നുള്ള സിനിമയിൽ എൻ്റെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. കാരണം ഞാൻ സിനിമയിലേക്ക് വന്ന ആദ്യം ആഷിഖ് അബു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ, അതൊക്കെ എൻ്റെ പ്രൊഡക്ഷൻ പാർട്ണറുമായിരുന്നു. പുള്ളി സിനിമയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. പുള്ളി തിരഞ്ഞെടുത്ത സബ്ജക്റ്റാണ്, പുള്ളി എടുത്ത റിസ്ക് ആണ് ആ പുതിയ ആക്ടേഴ്സിനെ വെച്ച് സിനിമ എടുത്തേക്കുന്നത്. മഹേഷിന്റെ പ്രതികാരം തൊട്ടുള്ള കാര്യത്തിൽ നമ്മള് പിന്നെ സിനിമ നമ്മൾ പഠിക്കാൻ തുടങ്ങിയില്ല. നേരം എന്നോട് നാഷണൽ അവാർഡ് എൻ്റെ ഒക്കെ കഴിഞ്ഞ് പ്രിയദർശൻ ഒരിക്കൽ പറഞ്ഞു, എടോ ആ സിനിമ കഥ കേട്ടിട്ട് സിനിമ എടുക്കാൻ ഒരു പ്രൊഡ്യൂസർക്ക് ധൈര്യം ഉണ്ടാകുക എന്ന് വെച്ചാൽ വലിയ അത്ഭുതമാണ്. കാരണം ചെരുപ്പിന്റെ പ്രതികാരം ഇതേ അവസ്ഥയാണ്. എന്നാൽ താൻ കേസ് വിടും എന്നുള്ള സിനിമ, ആ സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടൊരു സിനിമ പ്രീ പ്രൊഡക്ഷൻ ചെയ്തു. ആ സിനിമയിൽ അഭിനയിക്കുന്ന ആരുമല്ല സിനിമയിൽ അഭിനയിക്കാനിരുന്നു. നമ്മൾ അഡ്വാൻസ് കൊടുത്ത ആൾക്കാർ ഇവരാരും അല്ലായിരുന്നു. വർക്ക്ഷോപ്പ് നടത്തി ഇവരെ ട്രയൽ എടുത്ത ആൾക്കാരാണ് സിനിമയിൽ അഭിനയിച്ചത്. അതാണ് അതിനേക്കാളും വലിയ റിസ്ക് ആണ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. കാരണം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറയുന്ന സിനിമയായിട്ട് ആ ഡയറക്ടർ ഒരു 2-3 കൊല്ലം കൊച്ചിയിലുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും കയറി കണ്ടാണ്. ആർക്കും എടുക്കാൻ ധൈര്യമില്ലായിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിൽ ചെന്നപ്പോൾ എന്നോട് ഏഷ്യാനെറ്റിലെ ദിലീപ് സാർ പറഞ്ഞു, സന്തോഷമായി ഒരു എന്താ പറയുന്നത് റോബോട്ടിന്റെ കഥ മലയാളത്തിൽ വന്നാൽ എങ്ങനെയിരിക്കും. സത്യമാണ്. കാരണം ഇത് ചിലപ്പം ഒരു ഭയങ്കര കോമിക്കായി മാറാന്ന് വെച്ചാൽ വളരെ മോശപ്പെട്ട സിനിമയാകാൻ സാധ്യത ഉള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും റിസ്ക് ഇസ് ക്യാഷ് എന്നാണ്. പിന്നെ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടൊരു കാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ ലോകത്ത് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഞാനും എല്ലാം ഒരേപോലെ ഒരാളെ പോലെ അങ്ങ് പോവാന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഐഡന്റിറ്റി ഉണ്ട്. അന്നേരം നമ്മൾ പരീക്ഷിക്കണം. ചിലപ്പം ഇപ്പൊ അടുത്ത പെണ്ണും പൊറോട്ടും 600 മൃഗങ്ങളാണ് സിനിമയിലുള്ളത്. എനിക്ക് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും 600 മൃഗങ്ങളെ വെച്ച് സിനിമ. അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 7 മാസമായിട്ട് ആനിമൽ പെർമിഷൻ ഇങ്ങനെ കൊടുത്ത് പേപ്പർ കൊടുക്കും, അടുത്ത ഉണ്ടാക്കി കൊടുക്കും, തിരിച്ചു വരും. 100-300 പുതിയ ആക്ടേഴ്സും ആ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു 6-7 മാസം വർക്ക്ഷോപ്പ് നടത്തി ഈ ഒരു 3 കോടി 4 കോടിക്ക് തീരാവുന്ന പടമാണ് 7-8 കോടി രൂപയ്ക്ക് ഇപ്പം തീർന്നേക്കുന്നത്. വെച്ചാൽ അത് വലിയ റിസ്ക്കാണ്.
അപ്പൊ ആ വ്യത്യസ്തത എന്നുള്ളത് നമ്മുടെ ഒരു ഇപ്പൊ ചിലപ്പോൾ ആ സിനിമ നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് നമ്മൾ വിചാരിക്കുന്ന ചിലപ്പം കിട്ടത്തില്ലായിരിക്കും. പക്ഷെ ആ സിനിമ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ആ സിനിമ അന്താരാഷ്ട്ര തലത്തിൽ ഫെസ്റ്റിവൽസിലും ഒക്കെ ഭയങ്കരമായി ശ്രദ്ധിക്കപ്പെടാൻ സാധ്യത ഉള്ള സിനിമയാണത്. പൈസ കിട്ടാനും സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ മറ്റേത് 100% നടക്കാൻ പോകുന്നതാണ്. മനസ്സിലായി. സർ, ഈ വ്യത്യസ്തത എന്ന് പറയുമ്പോൾ സാറിന്റെ ബിസിനസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൺസ്ട്രക്ഷൻ ഉണ്ട്, IT ഉണ്ട്, ഡിസൈൻ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, ഇപ്പോൾ ഫിലിം പ്രൊഡക്ഷൻ ഉണ്ട്. ഇത്രയും വ്യത്യസ്തമായ രീതികൾ കാണുമ്പോൾ അത്രയും പഠിക്കേണ്ടി വരുമല്ലോ ആ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എൻ്റെ മോൾ എന്നോട് പറയാറുണ്ട്, ഡാഡിയെ പോലെ ബിസിനസ്സുകാരനാണ്. ഞാൻ പറയും, മോളെ ഞാൻ അങ്ങനെ ബിസിനസ്സുകാരനായത് പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടല്ലല്ലോ, നമുക്കൊരു പാഷൻ ബിസിനസ്സിനോട് വന്നു. പിന്നെ ഞാൻ ഒന്നും ഒരു പരിധി മൊത്തം പഠിക്കാൻ നോക്കാറില്ല. നമ്മൾ മൊത്തം പഠിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നത് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പൊ സിനിമയുടെ എല്ലാം പഠിച്ചുകൊണ്ട് പോയാൽ ഒരിക്കലും സിനിമ എടുക്കാനൊക്കത്തില്ല, പേടിയായിരിക്കും. ഇപ്പൊ ഫ്ലൈറ്റിനകത്ത് നമ്മൾ കയറി, ആദ്യം എയർ ഹോസ്റ്റസ് അനൗൺസ് ചെയ്യുന്നത് ഈ ഫ്ലൈറ്റ് ക്രാഷ് ലാൻഡ് ചെയ്ത ഇതാണ്, വെള്ളത്തിൽ പോയതാണ്, അല്ലെങ്കിൽ പാരച്യൂട്ട് വെച്ചാണ്. ഇത് കേട്ട് വിഷമിച്ചിരുന്നാൽ നമുക്ക് പ്ലെയിനെ ഒരിക്കലും യാത്ര ചെയ്യാനൊക്കത്തില്ല. എനിക്കറിയാവുന്ന എന്തുമാത്രം ബിസിനസ്സുകാർ പ്ലെയിനെ കയറാത്ത ആൾക്കാരുണ്ടെന്നറിയാം, പേടിച്ചിട്ട്. എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ പല ബിസിനസ്സുകളിലേക്ക് പോകുന്നത്. ഇപ്പം നമുക്ക് എല്ലാം പഠിച്ചിട്ട് പോകത്തുമില്ല, ഇനി എല്ലാം പഠിക്കാനോട്ട് ശ്രദ്ധിക്കത്തുമില്ല. ഇപ്പം കൺസ്ട്രക്ഷൻ, നമ്മളിപ്പം കൊച്ചിയിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ കമ്പനി തന്നെ ഒരു 50 ലക്ഷം കേരളത്തിൽ സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഞങ്ങൾ പണിത് വിറ്റിട്ടുണ്ട്. ഖത്തറിൽ നമ്മൾ ഇഷ്ടം പോലെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു 100% കൺസ്ട്രക്ഷനെ പറ്റി അറിയാവുന്ന ചോദിച്ചാൽ എനിക്കൊരിക്കലും അറിയത്തില്ല, അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കത്തില്ല കേട്ടോ, എൻ്റെ ചിന്താഗതികളാണ് ഞാൻ പറയുന്നത്. അന്നേരം ഈ ബിസിനസ്സുകൾ പലതുണ്ടെങ്കിൽ ഈ കോവിഡ് സമയത്ത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കോവിഡ് സമയത്ത് ഖത്തറിലെ ബിസിനസ്സിന് സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. 10,000 ജോലിക്കാർ ജോലിക്ക് പോകാതിരിക്കുന്നു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ആദ്യത്തെ 2 മാസം പൂട്ടി. ഇന്നേരം സിനിമയിലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ OTT ഇൻകം ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഇൻകം. അത് കഴിഞ്ഞ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇഷ്ടംപോലെ സമയം ഹോട്ടലിൽ പറയും. നമ്മുടെ ഹോട്ടൽ നല്ല ഗംഭീരമായിട്ട് ആ സമയത്ത് നടന്നു. അന്ന് ഡോണറ്റ് ഫാക്ടറി പനമ്പള്ളിയാറിൽ ഞാൻ എല്ലാ ദിവസവും രാവിലെ, പണിയൊന്നും ഇല്ലല്ലോ, രാവിലെ അവിടെ പോകും. നല്ല കച്ചവടമായിരുന്നു, നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് പോയി. നേരം ഈ പല രീതിയിലുള്ള ബിസിനസ്സുകൾ ഉണ്ടെങ്കിലുള്ള ഗുണം ഞാൻ അത് കോവിഡ് കഴിഞ്ഞ് മനസ്സിലാക്കിയത്, എവിടെയെങ്കിലും ഒന്നിന് പ്രശ്നം ഉണ്ടെങ്കിലും മറ്റൊടത്തിൽ നമുക്ക് ഇൻകം വരും. ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളൊരു ഇതിന്റെ ഗുണം അല്ലേ? അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് എവിടെയെങ്കിലുമൊക്കെ പരാജയം ഉണ്ടായാലും, ഇപ്പം എൻ്റെ പരാജയപ്പെട്ട 1-2 കമ്പനികളുണ്ട്. ഇപ്പം അത് ആർക്കും അറിയത്തില്ല. പക്ഷെ ആ പരാജയം ഉണ്ടായപ്പോൾ അപ്പുറത്ത് ഇത് കൊണ്ടുണ്ടാകുന്ന വരുമാനം കൊണ്ടാണ് അതിനെ നമുക്ക് നികത്താൻ നോക്കുന്നത്. എങ്കിലും ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരിക്കും എടുക്കുക? ഓക്കെ, ഈ ഇന്ന ബിസിനസ്സിൽ ഞാൻ പാർട്ടാവാം, ആ ഒരു ഇൻസ്റ്റിക്ട് എങ്ങനെ വരിക എന്നുള്ളത്. ഈ ഡിസിഷൻസിൽ പാർട്ടാകാന്നുള്ള ഡിസിഷൻസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ ഒരു ഗട്ട്സ് ഫീലിങ്ങും ഒക്കെ ഉള്ളൂ. ഞാൻ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യും. നമുക്ക് ആര് ബിസിനസ് എന്ന് പറഞ്ഞാലും ഭയങ്കര റിച്ച് ആയിട്ടേ പറയത്തുള്ളൂ ആ ബിസിനസ്സിൽ. ഇപ്പൊ സിനിമ കഥ പറയാൻ വരുന്ന ഡയറക്ടർ പലപ്പോഴും പറയാറുണ്ട്, ഇതിന് ഫോറിൻ റേറ്റ് ഇത്ര കിട്ടും, ഇതിനകത്ത് OTT റേറ്റ് ഇത്ര കിട്ടും, ഇതിനകത്ത് ഇത് കിട്ടും. ഒരു പ്രൊഡ്യൂസറെ പേരിന് മാത്രം ഉണ്ടെന്ന് പറഞ്ഞ് വരാറുണ്ട്. അങ്ങനെ വിൽക്കാൻ നോക്കുന്ന ഒരു ഡയറക്ടറും കേരളത്തിലില്ല, ഒരു പ്രൊഡ്യൂസറും ഇല്ല. അങ്ങനെ ഇത് ഇവരുടെ മനസ്സിൽ നിന്ന് പറയുന്നതാണ്. ഇത് കേട്ട് നമ്മൾ സിനിമ എടുക്കാൻ പോയാണ്. ഈ മലയാളത്തിൽ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചു, 1000 കോടി രൂപ സിനിമയിൽ മുടക്ക് വന്നു, 700 കോടി നഷ്ടം, 300 കോടി തിരിച്ചു വന്നുള്ളത്. ആ 700 കോടി നഷ്ടം വന്ന ആൾക്കാർ പലരും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോകുന്നതാണ്. ചോദിക്കണം എന്നിരിക്കുന്നു. ശരി, അത് നമ്മുടെ ഇതൊരു ഭയങ്കര ഫാന്റസി, ഇതൊരു ഭയങ്കര എന്താ പറയുന്നത്, ഇത് ഇപ്പം ഒരു മഞ്ഞമ്മൽ ബോയ്സ് വിജയിച്ചു, അല്ലെങ്കിൽ ഒരു ഇന്നാളത്തെ കേസോട് വിജയിച്ചു, അല്ലെങ്കിൽ ഈ സിനിമ ഒരു വിജയിച്ച സിനിമകൾ മാത്രം കണ്ട് പുറകെ പോകുമ്പോഴാണ് അതിൽ നിന്ന് അത് വെച്ചോണ്ടാണ് പലരും കഥ പറയാൻ വരുന്നത്. കഥ പറയാൻ വരുന്നവൻ അവൻ്റെ കഥ വലുതാണ്. എപ്പോഴും പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെയാണ്. അയാൾക്ക് വലിയ കഥയായിരിക്കും, വലിയതായിരിക്കും. പക്ഷെ ഇത് നമ്മള് ഇതിന്റെ പുറകെ പോകുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇത് എടുക്കണോ വേണ്ടയോ, റിസ്ക് എന്തുമാത്രം ഉണ്ട്, ഈ റിസ്ക് എന്നെ കൂടെ താങ്ങാൻ നോക്കുമോ, ഈ റിസ്കിൽ പോയി എൻ്റെ ബാക്കി ബിസിനസ്സുകളും പൊളിഞ്ഞു പോകല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യാറില്ല. അതുകൊണ്ടാണ് പല ബിസിനസ്സുകൾ ചെയ്യുന്നതും അതിൽ നിന്നുള്ള ഇൻകം. ഇപ്പം മ്യൂസിക് ലോഞ്ച് എന്ന് എനിക്കൊരു സ്ഥാപനമുണ്ട് ഖത്തറിൽ, എനിക്ക് നല്ല പേരുണ്ടാക്കുന്ന സ്ഥാപനമാണ്. ഖത്തറിലെ ഷെയ്ഖിന്റെ പെങ്ങൾ വരെ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവറാണ്, എന്ന് വെച്ചാൽ ഷെയ്ഖ വരെ. ഖത്തറിലെ ഏറ്റവും വലിയ ഈവൻസ് നടന്ന കമ്പനിയാണ്. എനിക്ക് പറയുന്ന വലിയ പൈസ ഒന്നും കിട്ടും. എല്ലാ മാസവും ഒരു 2-2.5 ലക്ഷം രൂപ എല്ലാ മാസവും കിട്ടുന്നുണ്ട്.
അവിടുന്ന് 2015 മുതൽ എല്ലാ മാസവും ഞാൻ അങ്ങോട്ട് പോകാറ് പോലും ഇല്ല. എൻ്റെ ഫസ്റ്റ് കസിനാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ പോലെ അത് നമുക്ക് ഭയങ്കര പേരുണ്ടാക്കി തരുന്നതാണ്, ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്നതാണ്. ഇപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് ആണ് കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിന്റെ ഓപ്പണിംഗ് സോങ് പാടി അൽദാന. ഖത്തറിൽ നിന്ന് ഒരു അറബി ലേഡി ഒരു കുട്ടിയെ നമ്മൾ വാർത്തെടുത്ത് ആ കുട്ടിയെ പാടിച്ച് ഖത്തർ വേൾഡ് കപ്പിന്റെ ഓപ്പണിംഗ് സോങ് പാടി. ലോകം മുഴുവൻ കേട്ട പാട്ടാണ് ആ കുട്ടി. ആ അൽദാന ഇപ്പം നമ്മുടെ സ്കൂളിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ പറഞ്ഞത് അന്ന് മ്യൂസിക് ലോഞ്ച് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ 2 ലക്ഷം രൂപ കിട്ടുന്നത് മാത്രമല്ല എനിക്കിങ്ങനെ പറയാൻ നോക്കുമായിരുന്നോ ഖത്തർ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഓപ്പണിംഗ് സോങ് എന്റെ സ്റ്റുഡന്റ് പാടി എന്ന് പറയാൻ നോക്കുമായിരുന്നോ? അത് ഒരു പുതിയ ഇൻഫർമേഷൻ ആണ് ആക്ച്വലി. സാധാരണ എന്തെങ്കിലും ഒരു മലയാളി കണക്ഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പറിൽ ഇത് വരേണ്ടതാണ്. ഞാനത് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഇത് നമ്മൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ പറഞ്ഞില്ല, ഖത്തറിലെ ഷെയ്ക്ക നമ്മുടെ മ്യൂസിക് ലോഞ്ചിന്റെ സ്ഥിരമായ ഇൻസ്റ്റാഗ്രാം ഫോളോവർ നമ്മുടെ പോസ്റ്റ് എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ അത്രയും ഒരു ലെവലിലാണ് സ്കൂളിൽ നിൽക്കുന്നത്. മലയാളി പിള്ളേർ വളരെ കുറവാണ്, ഇന്ത്യൻസും വളരെ കുറവാണ്. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നേ ഇല്ല. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ്. അന്നേരം ഞാൻ പറഞ്ഞത് അത് അന്ന് മ്യൂസിക് ലോഞ്ച് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ പേരും ഈ സന്തോഷവും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലേ. ഫിഫ വേൾഡ് കപ്പിന് പഠിപ്പിച്ച ഏതൊരു സ്കൂള് കേരളത്തിൽ ഇന്ത്യയിലുണ്ടോ അവിടെ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ ഓപ്പണിംഗ് സോങ് പാടിക്കാൻ ഒത്ത ഒരു മ്യൂസിക് ഡയറക്ടറോ ഒരു സ്കൂളോ ഇന്ന് ഇന്ത്യയിലില്ല. പക്ഷെ നമുക്ക് പറയാൻ നോക്കാം മ്യൂസിക് ലോഞ്ച് അത് ചെയ്തു എന്ന് പറയാനോ. സർ പറഞ്ഞു ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ കാറുകളെല്ലാം വിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു. ദെൻ സാറിന്റെ സംസാരത്തിൽ ഇപ്പൊ ഖത്തർ വല്ലാതെ കയറി വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു പിന്നെ അതിനുശേഷം സ്റ്റാർട്ട് ചെയ്തതാണോ ഖത്തർ? അല്ലല്ല, അതിനുശേഷം ഞാൻ ഒരു ഇൻഷുറൻസ് ഏജന്റായിട്ട് ചെയ്തത്. നമ്മൾ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ഉയർച്ചയ്ക്ക് നമുക്ക് ചാടി കയറാനൊക്കത്തില്ല. ഞാനൊരു ബജാജ് അലയൻസിന്റെ ഇൻഷുറൻസ് ഏജന്റായി. അന്ന് പ്രൈവറ്റ് ഇൻഷുറൻസ് കേരളത്തിൽ വരുന്ന സമയമാണ്. ഇതൊക്കെ എന്തുമാത്രം ആൾക്കാർക്ക് അറിയാമെന്ന് അറിയത്തില്ല. കേരളത്തിൽ അന്ന് ബജാജിന് ഒരു ഓഫീസേ ഉള്ളൂ, നമ്മുടെ MG റോഡിൽ സിറ്റി ബാങ്കിന്റെ മുകളിൽ. ആ ഇൻഷുറൻസ് ഏജന്റ് ആയി കഴിഞ്ഞാൽ അന്ന് ഞാൻ കേരളത്തിലെ ബജാജ് അലയൻസിന്റെ ആദ്യത്തെ MDRT, ആദ്യത്തെ ഇന്ത്യയിലെ മുഴുവനും ബജാജ് അലയൻസിന്റെ ഏറ്റവും ടോപ്പ് ഏജന്റായി മാറി. എല്ലാ ബജാജിന്റെ ഓഫീസിലും എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ഞാനത് എൻ്റെ ആവശ്യമായിരുന്നു, ഒരു തിരിച്ചുവരവെന്ന് പറയുന്ന തിരിച്ചുവരവ് ആവശ്യമായിരുന്നു. അന്ന് എനിക്ക് ബജാജിൽ നിന്ന് 7 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടുമായിരുന്നു ഒരു മാസം. അങ്ങനെ ബജാജിന്റെ മാനേജർ കമ്പനിയുടെ ഇന്ത്യയുടെ കൺട്രി ഹെഡ് സാം ഘോഷ് സാറ് ഓസ്ട്രേലിയ ഗോൾഡ് കോസ്റ്റ് വെച്ച് എന്നോട് പറഞ്ഞു ഈ കമ്പനിയിൽ വേണമെങ്കിൽ സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്ന് എൻ്റെ ഒരു അഹങ്കാരത്തിന് പുള്ളിയോട് പറഞ്ഞു, സാറേ ഞാൻ ഈ ജോലി എടുക്കാം, പക്ഷെ എനിക്ക് 2 ഡിമാൻഡ്സ് ഉണ്ട്. ഒന്ന്, എല്ലാവരും കോട്ടും ടൈ ഇട്ടാണ് ഈ ബജാജിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെയാണ്, കോട്ടൺ ടൈയൊക്കെ കിട്ടിയത്. ഇത് രണ്ടും ഞാൻ ചെയ്യത്തില്ല. 2, എനിക്കൊരു ടൈമിംഗ് ഇടാനൊക്കത്തില്ല. ഞാൻ ഓഫീസിൽ വരും, എൻ്റെ ജോലി ചെയ്യും, പക്ഷെ കമ്പനി എനിക്ക് എന്ത് ടാർഗറ്റ് തരുന്നോ ആ ടാർഗറ്റ് ഞാൻ എൻ്റെ കൂടെയുള്ള ഗ്രൂപ്പിലെ വെച്ച് ചെയ്യിക്കുമെന്ന് പറഞ്ഞു. അതും ഭംഗിയായിട്ടൊരു കൊല്ലം ചെയ്തു. അങ്ങനെ ഞാൻ ബജാജ് അലയൻസ് വിൽക്കാൻ വേണ്ടി ബജാജ് അലയൻസിന്റെ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് ഗൾഫിൽ ഒരു ബിസിനസ്സുകാരനെ പോയി കണ്ടപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ഇൻഷുറൻസ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വലിയ പൈസക്കാരനാണ്. ഞാൻ പുള്ളിയെ ഒത്തിരി ഫോളോ അപ്പ് ചെയ്തു. പുള്ളിയോട് ഇങ്ങനെ വേറെ പല കാര്യങ്ങൾ സംസാരിച്ചു. അവസാനം പുള്ളി എന്നോട് പറഞ്ഞു നമുക്ക് റിയൽ എസ്റ്റേറ്റ് ചെയ്താൽ എന്ന് ചോദിച്ചു. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് എനിക്ക് എന്താന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അവസാനം പുള്ളി എൻ്റെ ഒരു പൈസ എടുത്തിട്ടെന്ന് പറഞ്ഞു, ഇത് സന്തോഷം കൈവച്ചു, ഇത് ഇൻഷുറൻസിന്റെ നിങ്ങൾക്ക് കിട്ടുന്ന കമ്മീഷനേക്കാളും കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്നിട്ട് പുള്ളിയുടെ പേരിൽ അത് ഇൻഷുറൻസ് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇൻഷുറൻസ് എടുക്കത്തില്ല. ഞാനിവിടെ വന്ന് അത് പുള്ളിയുടെ പേരിൽ ഇൻഷുറൻസ് ഇട്ട് പുള്ളിക്ക് അത് അയച്ചു കൊടുത്തു പോളിസി. എനിക്ക് പറയാൻ അങ്ങനത്തെ പൈസയുടെ ആവശ്യമില്ല. പിന്നെ പുള്ളിയോടൊപ്പം റിയൽ എസ്റ്റേറ്റ് ചെയ്തു. ഒപ്പം റിയൽ എസ്റ്റേറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ മൂത്ത മോള് എക്സൽസിയർ സ്കൂളിൽ പഠിക്കുകയാണ് കോട്ടയത്ത്. അന്ന് എനിക്ക് നമ്മൾ 4ലോ അല്ല 5ലോ വല്ല ആയിരിക്കും. അന്നേരം അന്ന് സ്കൂളിലെ പുതിയ പ്രിൻസിപ്പളോ ഹെഡ് മാസ്റ്റർ ടീച്ചറോ വന്നപ്പോൾ അച്ഛൻ എന്നാ ജോലി എന്ന് ചോദിച്ചു. അന്നേരം റിയൽ എസ്റ്റേറ്റ് ആണെന്ന് ബ്രോക്കറാ അല്ലേ എന്ന് ചോദിച്ചു. പിള്ളേരെല്ലാം ചിരിച്ചു. ഇവള് വീട്ടിൽ വന്നിട്ട് വൈകിട്ട് എന്നോട് പറഞ്ഞു, ഡാഡിയായ ഇത് മോശപ്പെട്ട വല്ല ബിസിനസ്സാണോ എന്ന് ചോദിച്ചു. അന്നേരം ഈ റിയൽ എസ്റ്റേറ്റ് ആളുടെ സ്ഥലം ഞാൻ ഹൊയ്സാല പ്രോജക്ട്സ് എന്ന് പറയുന്ന ബാംഗ്ലൂരുള്ള TS സതീഷിന്റെ കമ്പനിക്ക് അന്ന് കച്ചവടം ചെയ്തായിരുന്നു. അന്നേരം ഞാൻ ഈ എന്നെ ഏൽപ്പിച്ച ആള് അദ്ദേഹത്തിന്റെ സ്ഥലം ഞാൻ നല്ലതായിട്ട് ബാർഗെയിൻ ചെയ്ത് ഒരു പഴുതുമില്ലാതാണ് ഹൊയ്സാലയ്ക്ക് വിറ്റത്.
അന്നേരം ആ ആഴ്ച പുള്ളി എന്നോട് യാദർശികമായിട്ട് ഇങ്ങോട്ട് ചോദിച്ചു, സന്തോഷ് ഒയ്സാലെ ജോയിൻ ചെയ്യുന്നോ എന്ന് ചോദിച്ചു ഈ കമ്പനിയിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു അന്നേരം ഈ വീട്ടിലിങ്ങനെ മോള് റിയൽ എസ്റ്റേറ്റ് പ്രശ്നമൊക്കെ പറഞ്ഞാൽ പിന്നെ സ്ഥലക്കച്ചവടമൊക്കെ നിർത്താം എന്ന് വിചാരിച്ചാണ് ഒയ്സാലെ ജോയിൻ ചെയ്തു. ഒയ്സാലയിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോയിൻ ചെയ്തു, ജനറൽ മാനേജറായി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി, കമ്പനിയുടെ ഡയറക്ടറായി. ആ കമ്പനി വലുതായിട്ട് ബാംഗ്ലൂരും കൊച്ചിയിലൊക്കെ ആയി. ആ കമ്പനിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഖത്തറിന് പോകുന്നത്. ഖത്തറിന് ഞാൻ പോകുന്നത് 2008. ഖത്തറിന് ഞാൻ പോകുന്നത് ആ കമ്പനിയുടെ ആ കമ്പനി നമ്മൾ കേരളത്തിലെ ടോപ്പ് കമ്പനി നമ്മൾ തുടങ്ങി. ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ വലുതായിട്ട് വന്നു. അന്ന് എൻ്റെ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 4-5 ലക്ഷം രൂപ ശമ്പളം. കമ്പനി മറൈൻ ഡ്രൈവില് ഒരു ഫ്ലാറ്റ്, ഡ്രൈവറെ, കുക്ക്, യൂണിഫോം ഇട്ട ഡ്രൈവറെ, കുക്ക്, BMW GT കാർ എല്ലാം കമ്പനി എനിക്ക് തന്നേക്കുവാ. ഈ കമ്പനി എന്നെ വെള്ളിയാഴ്ച വേണമെങ്കിൽ ബാംഗ്ലൂർക്ക് വന്നു അവിടെ അടിച്ചു പൊളിച്ച് 2 ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. ദർ വാസ് നോ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ എനിക്ക് ഫുൾ ഫ്രീഡം തന്നതാണ് ആ കമ്പനി അന്ന്, ഹൊയ്സാല പ്രോജക്ട്സ് എന്ന് പറയുന്ന കമ്പനി. അങ്ങനെ ആ കമ്പനി ജോലി ചെയ്യുമ്പോഴാണ് ഭയങ്കര സുഖകരമായിട്ടും ജോലി ചെയ്യുന്ന സമയത്താണ് ഖത്തറിലൊരു എക്സിബിഷൻ ബിൽഡർമാരുടെ വന്നു. അന്ന് ഈ പെൺകുട്ടികൾക്ക്, നമ്മുടെ ലേഡി സ്റ്റാഫായിരുന്നു നമ്മുടെ ഈ മാർക്കറ്റിംഗ് സ്റ്റാഫ്, അവർക്ക് വിസ കിട്ടത്തില്ല എന്ന് ലാസ്റ്റിൽ അറിയുന്നു. ഒരു ആണിന് വിസ കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഖത്തറിൽ ആ എക്സിബിഷന് പോവാണ്. ഞാൻ അന്ന് കമ്പനിയുടെ ഇവിടുത്തെ GM ആണെന്ന് തോന്നുന്നത്, കൊച്ചിയിലെ GM. അങ്ങനെ ഈ പെൺകുട്ടികൾക്ക് വിസ കിട്ടാഞ്ഞിട്ട് ഞാൻ പോയത് അവിടെ റമദ ഹോട്ടലിൽ വെച്ച് എക്സിബിഷന് പോയത്. അവിടെ എൻ്റെ ഒരു നെയ്ബർ, പഴയ എൻ്റെ തൊട്ട് അയൽവാസി, എന്നോട് വന്ന് പറഞ്ഞു ഖത്തറി ബിസിനസ് തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒയ്സാലയുടെ MD സതീഷിന് വേണ്ടി തുടങ്ങിയ ബിസിനസ്സാണ് ഈ ഖത്തറിൽ നമ്മൾ തുടങ്ങിയ ഒറേഷ്യ ഗ്ലോബൽ എന്നുള്ള കമ്പനി. അങ്ങനെ ആ കമ്പനി വളർന്ന്, ആ കമ്പനിയിൽ നിന്ന് സതീഷ് പെട്ടെന്ന് ഒരു ഫിനാൻഷ്യൽ എനിക്കൊന്ന് 2009 വലിയൊരു ഫിനാൻഷ്യൽ ഒരു ടൗൺ ഒരു ക്രൈസിസ് ഉണ്ടായി. പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു, സന്തോഷം ആ പൈസ മുടക്കി നിങ്ങൾ തിരിച്ച് തരാക്കില്ല. അങ്ങനെ ഞാൻ കോട്ടയത്ത് സിവിൽ സ്റ്റേഷൻ SBT സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ചിൽ നിന്ന് ആ പൈസ ലോൺ എടുത്ത് TS സതീഷിന് അയച്ചു കൊടുത്ത്, എന്നിട്ടാണ് ഞാൻ അതിൻ്റെ പാർട്ട്ണർഷിപ്പ് എടുത്ത്. ആ കമ്പനിയുടെ ഉയർച്ച ഭയങ്കര സ്പീഡിലായിരുന്നു. സാർ, ഈ ബിസിനസ് ആവട്ടെ സിനിമയാവട്ടെ, ഒന്നിലധികം ആളുകൾ ഇൻവോൾവ് ആവുന്ന സ്ഥലത്തൊക്കെ ഈ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്ന സാധനം എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഈ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പൊ ഖത്തറിൽ തുടങ്ങിയ ബിസിനസ്സിൽ എൻ്റെ പാർട്ട്നേഴ്സ് ഞങ്ങൾ 3 പേരുണ്ട്. ഏകദേശം എനിക്ക് 12 കൊല്ലം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോയി. അത് കഴിഞ്ഞ് ഒരു വിഷയത്തിൽ ഇത്തിരി ഈഗോ ക്ലാഷുകൾ ഉണ്ടായി. ഇപ്പം ഞങ്ങൾ ആ കമ്പനിയാണ്, ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഡോണറ്റ് ഫാക്ടറി ഒക്കെ അന്ന് തുടങ്ങിയത്. അതിലൊരു ചെറിയ ഈഗോ ക്ലാഷ് ഉണ്ടായി. അത് എന്നെ ഭയങ്കരമായി ഹർട്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞ വാക്കിലേ ഉള്ളൂ, ഞാൻ ഈ കമ്പനിയിൽ നിന്ന് മാറിക്കോളാം, ഈ ഡോണറ്റ് ഫാക്ടറിയിൽ നിന്ന്. എനിക്കന്ന് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ആയിരുന്നു, 40% ഷെയർ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവർക്കും കൂടെ 60% ഷെയർ ഉണ്ടായിരുന്നുള്ളൂ. അത് കമ്പനി ഭയങ്കര ഡോണറ്റ് ഫാക്ടറി നന്നായിട്ട് വളർന്ന് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ മാറിക്കളാന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് നിന്ന് ഞാൻ മുടക്കിയ പൈസ, ഒരു പൈസ ലാഭം മേടിക്കാതെയാണ് ഞാൻ അതിനകത്ത് നിന്ന് മാറിയത്. കാര്യം അതെനിക്കൊരു മനസ്സമാധാനം ഉണ്ടാക്കാൻ. അന്നേരം ഞാൻ ചിന്തിക്കുന്നത്, എവിടെയെങ്കിലും നമ്മൾ ആരുമായിട്ടുള്ള ബിസിനസ്സിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ നന്നായിട്ട് പോയില്ലെങ്കിൽ അവിടെ വെച്ച് പിണങ്ങാതെ ഒന്നിൽ നമ്മൾ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടേക്ക് ഓവർ ചെയ്യുക. ഈ 2 മാർഗത്തിലൂടെ പോവുക, കഴിവതും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ പോവുക. അതാണ് ഒരു പോളിസി. നാത്താൻ കേസുകൂടിൻ്റെ സ്പിൻ ഓഫ് ആയിട്ട് വന്ന സിനിമ ഞാനൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ്. ലൈക്ക് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റർ ആയിരുന്നില്ല എന്നുള്ളത്. അവിടെ എനിക്ക് തോന്നുന്നു അതും അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴും അതിന് പുറകെ പോയിട്ടില്ല എന്നാണ് ഞാൻ പോകത്തില്ല എന്നാണ് അന്ന് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു. ഞാൻ ഈ സിനിമ എടുത്തപ്പം എൻ്റെ അനുവാദം അത്യാവശ്യം നിർബന്ധമായിട്ട്, കാരണം സിനിമയുടെ അവകാശം എപ്പോഴും പ്രൊഡ്യൂസറുടെ ഇല്ല. പക്ഷെ അന്ന് അവർ മേടിച്ചില്ല. അന്നേരം എന്നോട് ഒരു ഇന്റർവ്യൂ ചോദിച്ചു, അത് എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും കേസ് കൊടുക്കത്തില്ല. കാരണം കേസ് കൊടുക്കാത്തതിൻ്റെ കാര്യം, ആ സിനിമയ്ക്കകത്ത് പൈസ മുടക്കിയ ഒരു പ്രൊഡ്യൂസറുണ്ട്, ഇയാൾ അറിയുന്നില്ല. ഈ പ്രൊഡ്യൂസർ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് ഒത്തിരി ജോലിക്കാരുണ്ട്. നമുക്കറിയാം, ഇത് ഒരു ചെറിയ ഫീൽഡല്ല സിനിമ ഫീൽഡ് എന്ന് പറയുന്നത്. ഭയങ്കരമായി അധ്വാനിച്ച് ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. രാവിലെ 8 മണിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ 6 മണിക്ക് പുറപ്പെടേണ്ട ജോലിക്കാരാണ് ഇതിനകത്ത് പലരും. ഒത്തിരി ആൾക്കാരുടെ എഫോർട്ടാണ്. ഇപ്പൊ എൻ്റെ സിനിമയുടെ ഷൂട്ട് കോയമ്പത്തൂർ എടുക്കും, 150 പേരോളം സിനിമയുടെ സെറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ആക്ടേഴ്സ് അല്ലാതെ. അന്നേരം ഇത് എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കത്തില്ല എന്ന ഇന്റർവ്യൂവിൽ, എനിക്കൊന്ന് ക്യൂവിൻ്റെ ഇന്റർവ്യൂലാന്ന് തോന്നുന്നു, ഞാൻ പറഞ്ഞു.
പക്ഷെ ആ പ്രൊഡ്യൂസറോട് ആരണ്ട് വിളിച്ചു ഞാൻ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. പുള്ളി എന്നെ തുരുതുര വിളി, എനിക്ക് അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ വിളിയോ മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെ ആരാന്ന് എനിക്കറിയത്തില്ല. അവസാനം ഞാൻ ഫോൺ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അത് ഞാനിങ്ങനെ വലിയൊരു അബദ്ധത്തിൽ പെട്ടേക്കുവാണ്, ഒത്തിരി കാശ് മുടക്കി 8 കോടി രൂപയ്ക്ക് തീരുമെന്ന് പറഞ്ഞ പടമാണ്, ഇപ്പം 18 കോടി രൂപയാണ് എന്നൊക്കെ പുള്ളിയോട് പറഞ്ഞു. അത് കേസ് ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കത്തില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ സിനിമയ്ക്ക് വിജയിക്കാൻ എന്തൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തരണം എല്ലാം ചെയ്തു തരാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ അവസ്ഥ ചിലപ്പോൾ എനിക്ക് നാളെ ഉണ്ടാകാം. അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പെണ്ണും പൊറോട്ടും എന്നുള്ള സിനിമ ഷൂട്ടിംഗ് നടക്കും. ആ സിനിമയുടെ 50 ദിവസം ഷൂട്ട് വെച്ച സിനിമ തീർന്നപ്പോൾ 90 ദിവസം എടുത്തു. ഞാൻ പറഞ്ഞു 3.5 കോടി രൂപയുടെ ബഡ്ജറ്റ് എടുത്ത സിനിമ തീർന്നപ്പോൾ 7.5 കോടി രൂപയായി. ഈ സിനിമ റിലീസ് ചെയ്യണം. അന്നേരം അതിൻ്റെ അകത്ത് അഭിനയിച്ച ആളാണ് നമ്മുടെ സിനിമയുടെ ഡയറക്ടർ രാജേഷ് മാധവൻ. എന്നോട് വന്ന് ചോദിച്ചു സിനിമയുടെ പ്രൊമോഷന് പോകാം, ഒന്ന് ബ്രേക്ക് ആവും. ഒരു ബ്രേക്ക് ആകുമ്പോൾ സിനിമയ്ക്കകത്ത് ഒരു 10 ലക്ഷം രൂപ ഓട്ടോമാറ്റിക്കലി കൂടും ഒരു ബ്രേക്കായിട്ട് കയറണമെങ്കിൽ. ഞാൻ ബ്രേക്ക് കൊടുത്തു, 10 ലക്ഷം രൂപ പൊക്കോട്ടെന്ന് ചോദിച്ചു. വീണ്ടും അവർ സിനിമ ഇറങ്ങാൻ തന്നെ വീണ്ടും ഒരു ബ്രേക്ക് ഒന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞു, ബെന്നി കട്ടപ്പനയോട് നിങ്ങൾ ആളോട് പറ എന്ത് ചിലവാകുന്നു ആ പൈസയുടെ പകുതി തരണം ഇനി ബ്രേക്ക് ആക്കുന്നതിൻ്റെ. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ അങ്ങോട്ട് 20 ലക്ഷം രൂപ ആ ബ്രേക്കിന് 18 ലക്ഷം രൂപയാവും. പുള്ളിയുടെ 9 ചോദിച്ചു. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് 9 തരാനില്ല, കാര്യം ഞാൻ പലിശയ്ക്ക് പൈസ എടുത്തും ഗോകുലത്തിൽ നിന്ന് പൈസ എടുത്തും ഒക്കെയാണ് ഈ സിനിമ തീർത്തേക്കുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് തരും? 5 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി ബെന്നി കട്ടപ്പനയുടെ കൊടുത്തു. ഞാൻ കയ്യിൽ മേടിച്ചിട്ടേ ഇല്ല ചെക്ക്. എനിക്ക് പുള്ളി ഫോട്ടോ മാത്രം അയച്ചു തന്നു. ആ സിനിമ ഇറങ്ങി. സിനിമ പരാജയപ്പെട്ടെന്ന് അറിഞ്ഞ ഉടനെ ഞാൻ ബെന്നിയെ വിളിച്ചു പറഞ്ഞു ബെന്നിയൊക്കെ ആ ചെക്ക് തിരിച്ച് അവർക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. കാരണം 5 ലക്ഷം രൂപ എന്നെ സംബന്ധിച്ച് വലുതല്ലാഞ്ഞിട്ടല്ല, എന്തോ പാവം മനുഷ്യൻ ചെന്ന് പെട്ടു. ഒരു അജിത്ത് എന്ന പേര് അദ്ദേഹത്തിൻ്റെ. അവര് ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത് വലിയ മാസ്മര ഫീൽഡാണെന്ന് പറഞ്ഞാലും ഒത്തിരി നമ്മൾ സൂക്ഷിച്ചു പോകേണ്ട ഒരു ഫീൽഡാണ് ഇത്. സൂക്ഷിച്ചു പോകാഞ്ഞത് കൊണ്ട് പുള്ളിക്കുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പൊക്കോട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ പല സമയത്തായിട്ട് പറഞ്ഞപ്പോഴേ ഈ ബജറ്റ് 2-3 സ്ഥലത്തായിട്ട് പറഞ്ഞു 5 കോടി 10 കോടിയായി, അത് 9 കോടി 18 കോടിയായി എന്നൊക്കെ. അപ്പോൾ ശരിക്കും ബഡ്ജറ്റിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ ഫൈനാൻഷ്യൽ ലിറ്ററസിക്ക് എത്രത്തോളം? ബഡ്ജറ്റിങ്ങിന് ഒരു പരിധി വരെ ഇമ്പോർട്ടൻസ് ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഡയറക്ടർമാരുടെ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ സിനിമ മറ്റുള്ള സിനിമയെക്കാളും വലുതായിരിക്കണം. സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ഇവർക്ക് ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഇപ്പം എന്നാൽ താൻ കേസ് കൂടെ സിനിമയ്ക്ക് രതീഷ് പൊതുവാൾ ഡയറക്ടർ എനിക്ക് തന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 5.5 കോടി രൂപ 6 കോടി രൂപ കണ്ടാണ്. ഞാൻ എൻ്റെ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന ജോബിഷിനോട് പറഞ്ഞു, ജോബിഷ് അതൊരു 7.5 കോടി രൂപ ആകും. നമ്മൾ മനസ്സിൽ 7.5 കോടി രൂപ കണക്ക്. ജോബിഷിനോട് 7 പറയുമ്പോൾ എൻ്റെ മനസ്സിൽ 8 ഉണ്ട്. വീണ്ടും ഒരു 50 ലക്ഷം കൂടെ കൂട്ടിയാണ് വെച്ചേക്കുന്നത്. ആ സിനിമ തീർന്നപ്പോൾ 9.5 കോടി രൂപയായി. കാര്യം ആ സിനിമയ്ക്കകത്ത് ആ ഹോസ്ദൂർ കോടതി അതേപോലെ നമ്മൾ കണ്ണൂർ ബിൽഡ് ചെയ്തു, ഒരു മില്ലിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ ആ സിനിമയുടെ പെർഫെക്ഷന് വേണ്ടി. അന്നേരം ഈ ബഡ്ജറ്റിങ്ങിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ, ഇന്നിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഇന്നലെ നമ്മുടെ സിനിമയിൽ ഒരു 2ാമത്തെ വില്ലന് ബിൽഡപ്പ് ഒരു വണ്ടി കൊണ്ടുവന്നു. 10,000 രൂപ ഡെയിലി റെൻ്റാണ്, 2,000 രൂപ അതിൻ്റെ ബാറ്റ എല്ലാം കൂടെ 16,000 രൂപ ഒരു ദിവസം. 2 ദിവസത്തെ ഷൂട്ടിനാണ് കൊണ്ടുവന്നത്. ഇന്നലെ എന്നെ ഡയറക്ടർ വിളിച്ച് വണ്ടി തിരിച്ചു വിട്ടു. കോയമ്പത്തൂരിൽ നിന്നല്ല, പാലക്കാട് നിന്ന് എടുത്ത വണ്ടിയാണ്, തിരിച്ചു വിട്ടു. ഇന്നലെ രാത്രി ഡയറക്ടറിനോട് പറഞ്ഞു ഒരു 5 ദിവസം കൂടെ ആ വണ്ടി കിട്ടിയാൽ വളരെ നല്ലതായിരുന്നു, ആ സ്റ്റണ്ടിൽ ആ വണ്ടി ഭയങ്കര ഉപയോഗമാണ് എന്ന്. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒറ്റയടിക്ക് വ്യത്യാസം വരുന്നത് എത്രയാണെന്നറിയാം? ഏകദേശം 1,10,000 രൂപ ഒറ്റയടിക്ക് ആ വണ്ടിയിൽ മാത്രം വ്യത്യാസം വരിക. ഇതെങ്ങനെ ബഡ്ജറ്റിങ്ങിൽ വെക്കും? ഇല്ലെങ്കിൽ ഇവർ പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന കൂടെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും തന്ന് ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്നും മാറത്തില്ല, ഇങ്ങനെ പോകുമെന്ന് പറഞ്ഞ് തന്നാൽ നമുക്കൊരു എന്ന് ആർക്കറിയാ സിനിമ നമ്മുടെ ബഡ്ജറ്റ് കറക്റ്റായിട്ട് പോയ സിനിമയാണ്. സാനു എന്ന് പറയുന്ന ഡയറക്ടർ ചെയ്തു. പുള്ളി എന്നോട് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കിയ ബഡ്ജറ്റ് അതിനേക്കാൾ 7 ലക്ഷം 8 ലക്ഷം രൂപ കുറഞ്ഞാണ് ആ സിനിമ തീർന്നത്. നേരം അങ്ങനെ സിനിമ തീരും. പക്ഷെ എന്നാ നമ്മുടെ ഫഹദ് ഫാസ്, നമ്മുടെ ദിലീഷ് പോത്തൻ്റെ ഒക്കെ സിനിമ വിജയിച്ച, നസ്ലിൽ അഭിനയിച്ച പടം, എന്നാ പേര്, മമത അഭിനയിച്ച പടം, വലിയ ഭയങ്കര ഹിറ്റായ പടം പ്രേമലു ഒക്കെ ബഡ്ജറ്റ് തീർന്ന പടങ്ങളാണ്.
അങ്ങനെയും മുക്കുന്ന പടങ്ങളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അതിന് പ്രോപ്പർ പ്ലാനിങ്ങും പിന്നെ ഇതിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഇപ്പം 7ാമത്തെ പുതിയ ഡയറക്ടറാകും സിനിമ എന്നോട് ഡയറക്ട് ചെയ്യുന്നത്. 14 സിനിമയിൽ അല്ലെങ്കിൽ 15 ഈ 14 സിനിമയിൽ 7ാമത്തെ ഡയറക്ടറാണ് പുതിയ ഡയറക്ടർ. അന്നേരം നമ്മൾ അവരിൽ നിന്ന് അങ്ങനെയുള്ള വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. മറ്റോടത്ത് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന വലിയ ആളും ശ്യാം പുഷ്കറിനെ, ഉണ്ണിമായ, ഫഹദ് ഫാസില് അവരടങ്ങിയ ഒരു ടീമിന്റെ സിനിമയാണ്. അവർക്ക് ഡയറക്ടറോട് പറഞ്ഞ് കറക്റ്റായിട്ട് അത് അങ്ങനെ അവർക്കും എല്ലാം വിഷൻ ചെയ്യാനൊക്കും. എനിക്ക് അത്രയും വലിയ കലാപരമായിട്ടുള്ള കഴിവ് ഇല്ല അങ്ങനെ വിഷയം ചെയ്യാനുള്ള. അതുകൊണ്ട് ഇപ്പൊ ഈ സിനിമ എൻ്റെ അടുക്കെ വന്നപ്പോൾ നമ്മുടെ ഡയറക്ടറെ കൊണ്ടുവന്ന ബെന്നി കട്ടപ്പന എന്നോട് പറഞ്ഞത് ഈ സിനിമ 10 കോടി രൂപയ്ക്ക് തീരുമെന്ന് പറഞ്ഞ പടം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആ പടം തീരണമെങ്കിൽ ഒരു 18 കോടി രൂപ, 20-20 ഇപ്പൊ തുടങ്ങിയ പടം 20-22 വരെ എല്ലാം കൂടെ 20. ഞാൻ പറഞ്ഞത് ഇത് ഇപ്പം നമ്മുടെ ഇപ്പം വീട്ടിലൊക്കെ പിള്ളേരെ വളർത്തുമ്പോൾ ഇപ്പോഴേ ചിന്തിക്കുകയാണ്, കൊച്ചു LKG പഠിക്കുമ്പോഴേ കൊച്ചിനെ IAS IPS ആക്കാന്ന് ചിന്തിക്കുന്ന പോലെയാണ് ഇപ്പം ഈ ഡയറക്ടർമാര്. അവരുടെ പടം ഏറ്റവും ടോപ്പിൽ നിൽക്കണം. അതുകൊണ്ട് ബഡ്ജറ്റിങ്ങിന് ഒരു പരിധി വരെ ഇപ്പം നടക്കത്തില്ല. ഭയങ്കര വ്യത്യാസമുണ്ട്. ഒരു 20%, 10% ശരിയാവും. അതിൽ കൂടുതൽ ശരിയാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒരു ഫിലിമിലോട്ട് അല്ലെങ്കിൽ ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഫിലിം വ്യവസായത്തിലോട്ട് ഇറങ്ങണം എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാനൊക്കെ ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു 100 റുപ്പീസിന്റെ ടിക്കറ്റ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതിൽ എത്ര രൂപയാണ് ശരിക്കും ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് വരുന്നത്? ഏകദേശം പറഞ്ഞാൽ 33%. 33%. 30 തൊട്ട് 33, ബാക്കി 33 ടാക്സ്, ബാക്കി 33 കഴിഞ്ഞുള്ള 66% പകുതിയാണ് തിയേറ്ററിന് പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ആഴ്ച ഇതിൽ വരുന്നത്. അപ്പോ ഇതിന്റെ ഇത് പറയുകയാണെങ്കിൽ അതിൽ തിയേറ്റർ കളക്ഷൻ ശരിക്കും 33% പ്രൊഡ്യൂസർക്ക് കിട്ടത്തില്ല, 30% പ്രൊഡ്യൂസർക്ക് കിട്ടത്തുള്ളൂ. കാരണം ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച 50-45 പോവുക, 3ാമത്തെ ആഴ്ച വീണ്ടും താഴുവാണ്. ഓക്കെ, ഹോൾഡ് ഓവർ ആയാൽ വീണ്ടും 10% കുറഞ്ഞു പോകും. പ്രൊഡ്യൂസർക്ക് 10-30%. അപ്പൊ അതിൽ ലോണ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും കുറയും. അതെല്ലാം ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാണ് ഈ 33% എന്ന് പറയുന്നത്. എക്സാക്ട്ലി. അതിനോടനുബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോ ഈ 33% എന്ന് പറയുന്നത് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ഈ 100 റുപ്പീസിന്റെ ഒരു ബ്രേക്കപ്പ് എങ്ങനെയായിരിക്കും? ഒരു 33% ഗവൺമെന്റ് ടാക്സുകൾ, മറ്റേ ലോക്കൽ ബോഡി, മറ്റേ എല്ലാ ടാക്സുകളും 33% വരും. പ്രൊഡക്ഷൻ കമ്പനിക്ക് കളക്ട് ചെയ്യുന്ന പൈസ 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു ബ്രേക്കപ്പ് എത്രത്തോളം തിയേറ്റർ കളക്ഷൻ ഉണ്ടാവും, എത്രത്തോളം സാറ്റലൈറ്റ് അല്ല, അത് നമുക്ക് സാറ്റലൈറ്റും OTT നമുക്ക് നേരത്തെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. കാരണം അത് മുഴുവനും പ്രൊഡ്യൂസർക്ക് വരുന്ന പൈസയല്ലേ. ഓക്കെ, ഇൻകം ടാക്സിന്റെ പൈസ ഒഴിച്ച് ബാക്കി മുഴുവനും പ്രൊഡ്യൂസർക്ക് വരുന്ന പൈസയാണ് സാറ്റലൈറ്റ് OTT. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ ഇന്നലത്തെ കേസോട് 7.5 കോടി രൂപയ്ക്കാണ് സാറ്റലൈറ്റും OTTയും വിറ്റ്. അതിന്റെ TDS നമ്മൾ കണക്ക് നമുക്ക് തന്നെ ഉള്ള പൈസ നമ്മൾ അല്ലെങ്കിലും അടയ്ക്കേണ്ട. 7.5 കോടി രൂപ പ്രൊഡ്യൂസർക്ക് തന്നെ വന്ന. തിയേറ്ററിൽ വരുന്ന 100 രൂപയുടെയാണ് പെർസെൻറ്റേജ്. ഇങ്ങനെ 33 ശരിക്കും പ്രൊഡ്യൂസർക്ക് 30% കിട്ടത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായി സാർ. ഇപ്പൊ മൊത്തം ഒരു ഫിലിമിൽ നിന്നും പ്രൊഡക്ഷൻ കമ്പനിക്ക് ടോട്ടലി കിട്ടിയത് 100 രൂപയാന്ന് വിചാരിക്കുക. അത് നമ്മൾ ഡിവൈഡ് ചെയ്യും. അത് നമുക്ക് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. ചില സിനിമകൾക്ക് കളക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും, OTT സാറ്റലൈറ്റ് റേറ്റും കുറവായിരിക്കും. കളക്ഷനും OTTയും സാറ്റലൈറ്റും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. ബിസിനസ്സിൽ നിൽക്കുന്ന സമയത്ത് അസേർട്ടീവായിട്ട് നോ പറയേണ്ട, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എങ്ങനെ പറയാം, മുഖം നോക്കാതെ ചില കാര്യങ്ങൾ പറയേണ്ടി വരിക എന്നുള്ളത് ഇതിനൊരു ഭാഗമാണല്ലോ. അത്തരം ഞാന് ചില കാലഘട്ടങ്ങളിൽ നോ പറയാൻ ഇങ്ങനെ നോക്കാം എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ ഞാനൊരു ഒരു അമേരിക്കയിലുള്ള ലാരി സാൻകുസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ബിസിനസ്സുകാരനാണ്, റിയൽ എസ്റ്റേറ്റ്. അദ്ദേഹമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കാണ്, അമേരിക്കയിലെ ടോപ്പ് റിയൽ എസ്റ്റേറ്റുകാരനാണ്, സിയാറ്റിൽ നിന്ന്. പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഐ വിൽ ട്രൈ ടു ഡു. പുള്ളി പറഞ്ഞു, സന്തോഷ്, ദർ ഷുഡ് ബി ആൻസർ, യെസ് ഓർ നോ. ഐ വിൽ നോട്ട്, ഐ കനോട്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ നോ പറയാൻ നല്ലതായിട്ട് പഠിച്ചു. നോ പറയാൻ ഒക്കഴിഞ്ഞ കാലഘട്ടത്തിലാണ്. ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ് നോ പറയാൻ നല്ലതായിട്ട് പഠിച്ചു. ഒരു കാര്യം എന്നെ കൊണ്ട് ഒക്കത്തില്ലെങ്കിൽ നോ അപ്പം തന്നെ പറയും, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയും. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കും. അവരോട് ചെയ്യാന്ന് പറയത്തില്ല, ട്രൈ ചെയ്ത് നോക്കും. പക്ഷെ നോ പറയാൻ പഠിച്ചു. കാര്യം എന്ന് പറയുന്നത്
ഈ നോക്കാമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പ്രതീക്ഷ ഇപ്പം എന്നെ എല്ലാ ദിവസവും ആൾക്കാർ സിനിമയുടെ കഥ കേൾക്കണം എന്ന് പറഞ്ഞ് വിളിക്കും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് കഥ കേൾക്കാവോ എന്ന് ചോദിച്ച് വിളിക്കും. ഞാൻ പോയി വെറുതെ ഇപ്പം വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ ഇപ്പം കഥ കേൾക്കാവെന്ന് ചോദിച്ച് വിളിച്ചാൽ പോയി ഇരുന്ന് കഥ കേൾക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. 1.5 മണിക്കൂർ നമുക്ക് പോകുന്നേ ഉള്ളൂ. പക്ഷെ അവരിലേക്ക് ഞാനൊരു പ്രതീക്ഷ കൊടുക്കുവാണ് അല്ലേ. അന്നേരം ഞാൻ ഒരു കഥ പറഞ്ഞാൽ ഉടനെ എനിക്ക് പറയാൻ നോക്കുമോ ഇത് മോശം കഥയാന്ന് പറയാൻ നോക്കുമോ? അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയും, ഞാൻ അടുത്ത 2 കൊല്ലത്തേക്ക് സിനിമയിൽ കമ്മിറ്റഡ് ആണ്. അത് കഴിഞ്ഞേ പുതിയ സിനിമകളെ പറ്റി ചിന്തിക്കാറില്ല. എന്നേരം എനിക്ക് തോന്നുന്ന ആദ്യം മനസ്സിൽ തോന്നുന്ന ഒരു കഥ കേൾക്കും. അന്നേരം അവർക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ അവർ എൻ്റെ ഓരോ അടുത്ത ആഴ്ച, പിന്നത്തെ ആഴ്ച, അടുത്ത മാസം, പിന്നത്തെ മാസം സമയം കൊടുത്തുകൊണ്ടിരിക്കും. അവരും പ്രതീക്ഷിക്കും. അന്നേരം നോ എന്ന് പറയുന്ന വാക്ക് പറയാൻ പഠിച്ചിരിക്കണം. പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ബിസിനസ്സിൽ മാത്രമല്ല നമ്മുടെ ക്രെഡിബിലിറ്റി വരെ പോകുന്ന അവസ്ഥ ഉണ്ടാവും. നോ അല്ലെങ്കിൽ ഏസ് പറയാൻ പഠിച്ചില്ലെങ്കിൽ. ഇപ്പൊ ഞാൻ വളരെ ക്ലിയർ ഓപ്പണായിട്ട് നോ പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. ഒരു പുതിയ സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതാണല്ലോ ഇതിൻ്റെ ഒരു ക്രൂഷ്യൽ പാർട്ട്. ഇപ്പോൾ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, സാറിൻ്റെ ബിസിനസ് അവിടെ റൺ ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് റൈറ്റ് പീപ്പിൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, എന്താണ് ശ്രദ്ധിക്കാറുള്ളത്? ഈ ഇപ്പം എൻ്റെ മോള് ടെക്നോവാലി എന്ന് പറഞ്ഞ IT കമ്പനിയിൽ ഇപ്പം എന്നോട് വിടുന്നത്. അവളെന്നോട് പറഞ്ഞു, ഡാഡി എത്ര കൊല്ലം കഴിഞ്ഞാണ് ഈ ഇപ്പം ഇതുപോലെ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത്? എൻ്റെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഡെയിലി ഒരു 2-3 അവേഴ്സേ ഉള്ളൂ. ഞാൻ എല്ലാ ദിവസവും രാവിലെ 4-4:30 എഴുന്നേക്കും. എത്ര രാത്രി 2 മണിക്ക് കിടന്നാലും എഴുന്നേക്കും. 4:30 തൊട്ട് ഒരു 6 വരെയാണ് എൻ്റെ മെയിൻലി എൻ്റെ മെയിൽസും ഞാൻ നോക്കുന്ന അക്കൗണ്ട്സും എല്ലാം നോക്കുന്ന സമയം. എൻ്റെ മെയില് ആൾക്കാർ രാവിലെ പ്രതീക്ഷിക്കുന്നത് ദേഷ്യപ്പെട്ടുള്ള മെയിലും നല്ലതും എല്ലാം പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് 4-നും 6-നും ഇടയ്ക്കാണ്. അത് കഴിഞ്ഞ് ഓഫീസിൽ ഞാനൊരു 10 മണിയാകുമ്പോൾ പോകും. ഒരു 12 ആകുമ്പോൾ തിരിച്ചു വരും. ഈ 12 വരെ പോകാനുള്ള ജോലി പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഓഫീസുകളിൽ ഇല്ല. പക്ഷെ ഞാൻ എൻ്റെ ഡ്രൈവറോട് പറയും, എടോ അതെ ഞാൻ 2 മണിക്കൂർ ഇരുന്നില്ലെങ്കിൽ താനും നാളെ വിചാരിക്കും ഇതുപോലെ ഈസിയായിട്ട് ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കും. ഞാൻ യൂട്യൂബും മലയാള എല്ലാം ഖത്തറിലെ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. എന്നെ പോലെ തന്നെ എൻ്റെ സെയിം ബിസിനസ് ചെയ്യുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവര് ഇപ്പം പേരിപ്പം പറയണമെന്നില്ല, ഒത്തിരി ആൾക്കാർ. ഇവര് രാവിലെ 8 മണിക്ക് ഓഫീസിൽ കയറി രാത്രി 9 മണി വരെ തിരക്കാണ്. എപ്പം വിളിച്ചാലും മീറ്റിംഗ് ആണ്, തിരക്കാണ്. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കും, എനിക്കും നമ്മളും നിങ്ങളും ഒക്കെ ഒരേപോലെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മുടെ ടേൺ ഓവർ നിങ്ങളെക്കാളും കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് 2 മണിക്കൂർ പോലും ജോലി ചെയ്യാനില്ല. എൻ്റെ ആദ്യത്തെ സിനിമയുടെ സെറ്റിലാണ് ഞാനിപ്പം ആഴ്ച 2 ദിവസത്തിലും പോകുന്നത്. ഇതിനു മുമ്പുള്ള സിനിമയുടെ സെറ്റിൽ മൊത്തം ഒരു സിനിമ നടക്കുമ്പോൾ 4-5 രാഷ്ട്രീയക്കുള്ളിൽ പോകാറില്ലായിരുന്നു. പെണ്ണും പൊറോട്ടും എന്നുള്ള സിനിമയ്ക്കകത്ത് ഒരു നല്ല അടി കിട്ടിയത് കൊണ്ട് ഈ സിനിമയിൽ നല്ലതായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് അടി കിട്ടാൻ സാധ്യത ഭയങ്കരമാണ് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പോകുന്നതിന് കാരണം. ഇങ്ങനെ ഇത് പറഞ്ഞു വന്നത്, എൻ്റെ മോൾ എന്നോട് ചോദിച്ചു, ഡാഡി എത്ര കൊല്ലം ഞാൻ ഫുൾ ടൈം ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡാഡിയെ പോലെ സുഖമായിട്ട് ജോലി ചെയ്യും. അപ്പം കഴിഞ്ഞ 3 ദിവസം വീട്ടിൽ ഇരിക്കുക. എനിക്ക് ചെറിയ ചെസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ ആയിരുന്നു. എൻ്റെ എല്ലാ ജോലികളും നടക്കുന്നുണ്ട്. മൊബൈലിൽ കൂടെ നടന്നാൽ മതി. എനിക്ക് ഫോൺ കോളുകൾ വരാറില്ല. എൻ്റെ ഖത്തറിലെ ബിസിനസ്സിൽ നിന്നോ ആഫ്രിക്കയിലെ ബിസിനസ്സിൽ നിന്നോ ഒന്നും ടെലിഫോൺ കോളുകൾ കഴിവതും വരാറില്ല. കാരണം ഞാൻ എൻ്റെ ജോലിക്കാരെ വെക്കുമ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന്, നിങ്ങളുടെ ജോലി സമയം 9 തൊട്ട് 5 വരെ ആണെങ്കിൽ 5 കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി തീർക്കാൻ ഒക്കാതെ നീണ്ട് ജോലി ചെയ്യേണ്ട വന്നാൽ നിങ്ങൾ ഈ ജോലിയിൽ എഫിഷ്യൻ്റ് അല്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? 5 മണിക്ക് നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരുന്ന രാവിലെ 9 തൊട്ട് 5 വരെ ജോലി ചെയ്യാനാണ്. 5 വരെ ജോലി ചെയ്യുന്നതിനകത്ത് തീർക്കാനൊത്തില്ല. 8 മണി വരെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ എഫിഷ്യൻ്റ് അല്ല. പല ജോലിക്കാർക്കും ഇഷ്ടം 8 മണി വരെയൊക്കെ ഇരിക്കുന്നത്, ജോലി ചെയ്യും, പക്ഷെ നിങ്ങൾ എഫിഷ്യൻ്റ് അല്ല. 2, നിങ്ങളെ ഡിസിഷൻസ് എടുക്കണം. ഓരോ ഹയറാർക്കി ഇരിക്കുന്ന ആൾക്കാർ ഡിസിഷൻ എടുക്കണം. പക്ഷെ ആ ഡിസിഷൻ എടുക്കുന്നതിന് എന്തിനാണെന്നുള്ള കാര്യം എന്നോട് നാളെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് റീസൺ ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നഷ്ടം വരാം, ലാഭം വരാം. ഇപ്പൊ പെട്ടെന്നൊരു ചോദ്യം വന്നു, പെട്ടെന്ന് തീരുമാനം എടുക്കണം. തീരുമാനം എടുത്തോണം, നിങ്ങൾക്ക് റൈറ്റ് എന്ന് തോന്നുന്ന തീരുമാനം. പക്ഷെ നാളെ ഞാൻ ചോദിക്കുമ്പോൾ അതിനൊരു ജസ്റ്റിഫിക്കേഷൻ എന്നോട് പറയണം. ഇതാണ് നമ്മുടെ ഖത്തറിലെ കമ്പനിയിലെ ആൾക്കാരോടും ബോട്സ്വാനയിലെ കമ്പനിയിലെ ആൾക്കാരോടും അല്ലെങ്കിൽ ദുബായിലെ കമ്പനിയിലെ ആൾക്കാരോടും ഇവിടുത്തെ കമ്പനിയിലെ ആൾക്കാരോടെല്ലാം ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. ഡിസിഷൻസ് ഷുഡ് ബി ടേക്കൺ. അങ്ങനെയല്ല ആൾക്കാർ മിടുക്കരായിട്ട് വളർന്നു വരത്തുള്ളൂ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പലരും പണ്ട് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിൽ ജോലി ചെയ്ത പിള്ളേർ 3-4 പേര് എൻ്റെ കൂടെ ഇപ്പം ഉയർന്നു വലുതായിട്ടുണ്ട്. ഞാൻ എക്സാമ്പിളാണ് പറഞ്ഞത്. എൻ്റെ കൂടെ ജോലി ചെയ്ത
വേറെ പലരും എൻ്റെ പോലെ തന്നെ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പൊക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മളാ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഈ ഡിസിഷൻ അതിന്റെ ഔട്ട്കം റൈറ്റ് റോങ് ആയാലും ആ എടുക്കുന്ന ഡിസിഷൻ ആ സമയത്ത് ജസ്റ്റിഫൈ ചെയ്യണം. എന്തുകൊണ്ട് ആ ഡിസിഷൻ എടുത്തു, തെറ്റായാലും ശരിയായാലും എന്തുകൊണ്ട് ആ ഡിസിഷൻ എടുത്തു. ഇപ്പൊ എൻ്റെ ഒരു പാർട്ണർ ഇവിടുത്തെ രാജ്യത്തെയാന്ന് പറയുന്നില്ല, അദ്ദേഹം ഉച്ചയ്ക്ക് വീട്ടിൽ പോകും, ഞാനും ഉച്ചയ്ക്ക് വീട്ടിൽ പോകും. ഉച്ചയ്ക്ക് ഞാൻ ജോലി ചെയ്യാറില്ല. പുള്ളി അത് കഴിഞ്ഞൊരു ഓഫീസ് അടയ്ക്കുന്ന 5 മണിയാകുമ്പോൾ 4:30 ആകുമ്പോൾ തിരിച്ച് ഓഫീസിൽ വരും. നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കാപ്പിയൊക്കെ കുടിച്ച് സുഖമായിട്ട് 4:30. പുള്ളി എന്നിട്ട് 8 മണിയാകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. കാരണം ജോലിക്കാർക്ക് വീട്ടിൽ പോകാനൊക്കത്തില്ല, അവരും ഇരിക്കണം പുള്ളി ഇറങ്ങുന്നോണം വരെ. അന്നേരം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഒരു കാരണവശാലും നമുക്ക് ഇത് എന്റർടൈൻ ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഹൊയ്സാലയിൽ ജോലി ചെയ്തപ്പോൾ എന്തുമാത്രം ജോലിക്കാരാണ്. എന്നോട് ഖത്തറിൽ, എനിക്ക് തോന്നുന്നത് ഖത്തറിൽ എന്നോട് ഒരു 1-2 ലക്ഷം ആൾക്കാർ പല കാലഘട്ടത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ജോലി തുടങ്ങി ഇന്ന സമയത്ത് തീർക്കാൻ നോക്കണം. നമ്മൾ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവരെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. അവർ ചിലപ്പോൾ നമുക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ വളരെ ചുരുക്കമാണ്. ഒരു 1% പോലും അല്ല, ഒരു 0.1% പോലും ഉണ്ടായിട്ടില്ല. സാറിന്റെ ഇന്റർവ്യൂല് കണ്ടാണ് ഏകദേശം കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം 58 കേസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് ശരിക്കും സാറിന്റെ പിന്നെ അങ്ങോട്ടുള്ള ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിസിഷൻസിലൊക്കെ എത്രത്തോളം? അല്ല, ഞാൻ ഇപ്പൊ കോളേജ് രാഷ്ട്രീയത്തിൽ വന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ ഒത്തിട്ടുണ്ട്. ഞാൻ ധൈര്യം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്, പല കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. 58 കേസ് എന്ന് പറയുന്നത് പല കേസും നമ്മൾ ആവശ്യമില്ലാതെ തല്ലാനൊക്കെ പോയിട്ടുണ്ടായ കേസാണ്. അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം കോളേജിലാകുമ്പോൾ കേസുകാരെ തല്ലണം, ABPക്കാരെ തല്ലണം, അവരിങ്ങോട്ട് തല്ലും, തിരിച്ചു തല്ലണം, അങ്ങനെയുള്ള കേസുകളാണ്. പക്ഷെ അതൊന്നും ഒരു ലൈഫിൽ ആ കേസുകൾ നമുക്കൊന്നും ഒരു മുതൽക്കൂട്ടൊന്നും ആയിട്ടില്ല. പക്ഷെ നമ്മൾ ചെയ്തേക്കുന്ന പൊളിറ്റിക്സിലൂടെ കോളേജ് പൊളിറ്റിക്സ്, ക്യാമ്പസ് പൊളിറ്റിക്സിലൂടെ പഠിച്ചേക്കുന്ന ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ജീവിതത്തിൽ ഒന്നും നല്ല ഇത് മാത്രം, പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് സക്സസ് ആകാനൊക്കെ ഇല്ലല്ലോ. ആ പഠിത്തം കൊണ്ട് മാത്രം നമുക്ക് വിജയിക്കാനൊക്കത്തില്ല. നമ്മൾ പലയിടത്തു നിന്ന് പഠിച്ച, ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഞാനുണ്ടായിരുന്നു. വലിയ വിവാദമായ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് അവിടുന്നാണ്. കാരണം അവിടുത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ഓരോ ടീച്ചിങ്സും ഭയങ്കര ഇതാണ്. അന്നേരം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഫാദർ എൻ്റെ വലിയൊരു ഇൻസ്പിറേഷനാണ്. കോളേജ് പൊളിറ്റിക്സ് ഇൻസ്പിറേഷനാണ്, കോളേജ് ക്യാമ്പസ് ഇൻസ്പിറേഷനാണ്. ഇത് ഞാനീ പറഞ്ഞ ഇങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷനാണല്ലോ നമ്മളെ ലൈഫിൽ എവിടെയും എത്തിക്കുന്നത്. സാറേ, 2 തരം ചിന്താഗതികൾ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഈ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുള്ള പരിപാടിയാണെന്നുള്ളൊരു കുറേ പേരുടെ അങ്ങനെയുണ്ട്. അതായത് ഒരു 9 to 5 ജോബ് ചെയ്യുന്നവല്ല, ബിസിനസ്സുകാർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒന്ന്. വേറൊന്നെന്ന് പറഞ്ഞപ്പം സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ കുറെ പേര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ ബിസിനസ്സുകാരാവണമെന്ന് പറഞ്ഞു തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ ഈ 2 ഇതും കേൾക്കാറുണ്ട്. ഒന്ന്, ഈ പറയുന്ന ആദ്യത്തെ കൂട്ടരോട് എങ്ങനെയാണ് പറയാറ്, ബിസിനസ് എന്ന് പറയും, ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ ഉടായ്പകൾ ചെയ്യണം എന്ന് പറയുന്നൊരു ടീം. എന്താണ് അതിലൊരു ബിസിനസ്സിൽ ഉടായ്പൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഇന്ന് വരെ തോന്നിയിട്ടില്ല. അത് അവരുടെ തെറ്റായ ചിന്താഗതിയാണ്. പക്ഷെ ബിസിനസ്സിനുള്ള ഒരു കുഴപ്പവും നല്ലതും പറഞ്ഞുതരാം. കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശിറങ്ങി തുടങ്ങുന്ന പ്രസ്ഥാനമാണ്. അത് പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ കയ്യിലെ പൈസ മുഴുവൻ പോകും. തിരിച്ചപ്പുറത്ത് ജോലിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഹൊയ്സാലയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് അന്ന് 4-5 ലക്ഷം രൂപ മാസം സാലറി ഉണ്ട്. ആ സാലറി കറക്റ്റായിട്ട് കിട്ടും. അതിന് മേളിൽ കിട്ടണമെങ്കിൽ അത് ബിസിനസ്സിലെ വെക്കത്തുള്ളൂ. ഇപ്പം എനിക്ക് ഹൊയ്സാലെന്ന് വലിയ ഇൻസെൻറ്റീവ് ഒക്കെ തന്നിട്ടുണ്ട് അവര്. ഞാൻ ഹാപ്പി ആയിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞത് ഒരു 0.1% ആൾക്കാർക്ക് കിട്ടുന്നതാണ്. അവരുടെ പെർഫോമൻസ് വെച്ച കാലഘട്ടത്തിൽ കിട്ടുന്നതാണ്. അല്ലാത്തവർക്ക് ജോലി ചെയ്താൽ കിട്ടുന്ന സാലറിക്ക് ഒരു പരിധിയുണ്ട്. പക്ഷെ അത് ഇന്ന് സേഫാണ്. അന്നേരം ഇതിനകത്ത് 2 വാക്കാണ്. ചില ആൾക്കാർക്ക് വളരെ കംഫോർട്ടബിൾ ആയിട്ട് യാതൊരു ടെൻഷൻ എടുക്കാതെ ജീവിക്കണം, എനിക്ക് എല്ലാ മാസവും ഇതുപോലെ തന്നെ പോകണം, അവരുടെ ലൈഫ് സ്റ്റൈലൊന്നും മാറേണ്ട ആവശ്യമില്ല, ലെറ്റ് ദം ബി ഓൾവേസ് സേഫ്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ജോലിയാണ് ഏറ്റവും ബെസ്റ്റ്. അംബീഷൻ ഉണ്ട്, എനിക്ക് നാളെ വലിയ ആളാകണം, പക്ഷെ ഇതിനകത്ത് റിസ്ക് ഉണ്ട്, ഇതൊക്കെ എന്നറിഞ്ഞു വരുന്ന ആൾക്കാർക്ക് നല്ലത് ബിസിനസ്സാണ്. രണ്ടിനും നല്ലതും ചീത്തയുണ്ട്. അതായത് സിനിമയിൽ ഇപ്പൊ സിനിമ ഫുള്ള് നടത്തുന്നത്
ബ്ലാക്ക് മണി കൊണ്ടാണ് എന്നുള്ളൊരു ചിന്തയുണ്ട് കൂടുതൽ ആളുകൾക്കും. ഇപ്പോൾ വരുന്ന വാർത്തകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങൾ അതിന് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും സാറിന്റെ ഈ ഒരു 15ഓളം മൂവീസ് സാർ എടുത്തല്ലോ, അതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സാറിന് എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? ഇന്നലെ ഞാൻ എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എൻ്റെ ഒരു പാർട്ണർ, ഞാൻ ഏറ്റവും ബുദ്ധിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആള്, അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു സ്ഥാപനത്തെ പറ്റി പറഞ്ഞു, അവർക്ക് ഭയങ്കര ബ്ലാക്ക് മണി ഉണ്ട്, ഒരു ബ്ലാക്ക് മണി മുഴുവൻ സിനിമയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ഈ പാർട്ണറോട് പറഞ്ഞു, അത് തികച്ചും തെറ്റാണ്, ആ ജോലിക്കാർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. എൻ്റെ കമ്പനി തന്നെയാണ്, കമ്പനിയിലെ പാർട്ണറോട് പറയുന്നത്. കാരണം സിനിമയിൽ ബ്ലാക്ക് മണി എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ ഒത്തിരി കൊല്ലങ്ങളായിട്ട് ഇല്ല. എന്നോട് ആരും ഇന്നുവരെ പൈസ ചോദിച്ചിട്ടില്ല. നമ്മളെല്ലാം അക്കൗണ്ടിൽ കൂടെയാണ് കൊടുക്കുന്നത്. കാരണം അക്കൗണ്ടിൽ കൂടെ കൊടുത്തില്ലെങ്കിൽ നാളെ പൈസ കിട്ടുമ്പോൾ നമ്മൾ 40% ഇൻകം ടാക്സ് കൊടുക്കട്ടെ, ലാഭം കിട്ടിയ. അത് ഒരു തെറ്റാണ്. കാര്യം എനിക്ക് എൻ്റെ അറിവിൽ സിനിമ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ബ്ലാക്ക് മണി എന്നുള്ളൊരു സംഭവം ഇല്ല, ഉണ്ടായിട്ട് കാര്യവുമില്ല. അതുകൊണ്ടാണ് GST നമ്മൾ കൊടുക്കുന്ന GST നമുക്ക് സിനിമ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന ഇത് കിട്ടും, ഇൻപുട്ട് കിട്ടും. ഇൻകം ടാക്സ് നമുക്ക് 40% കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ലാഭം ഉണ്ടാക്കുമ്പോൾ. അന്നേരം അതിനേക്കാളും നല്ലത് കയ്യിൽ വൈറ്റ് മണി ഉണ്ടെങ്കിൽ അതിട്ട് തന്നെ ബിസിനസ് ചെയ്യുന്നതല്ലേ. എന്തായാലും തുടക്കത്തിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ 12 വർഷത്തെ മലയാള സിനിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ പേഴ്സണൽ ഫേവറേറ്റ്സിൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒട്ടുമിക്ക സിനിമകളും അതിലുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ഇനി വരാൻ പോകുന്ന സിനിമകളും വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം ബിസിനസ്സിനെ കുറിച്ചും സിനിമയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന കുറേ ലേണിങ്സ് ഉണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. വീണ്ടും ഇങ്ങനൊരു സെഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത സിനിമകൾ വിജയിക്കുമെന്ന് ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.